Good evening, sir. Good Good evening. evening, sir. Good evening, everybody. അനുഭവമാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരു. ഓരോ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ പാഠങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയതീരത്തിലേക്ക് എത്താനായിട്ട് കഴിയുക. ഇത് ഞാനിപ്പോൾ പറയാനായിട്ടുള്ള കാര്യം, വെൽഫെയർ ഓഫീസറുടെ എക്സാം കഴിഞ്ഞു. അതിൽ വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം ജനിപ്പിക്കുന്നൊരു കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോൾ ഏത് എക്സാം നടന്നാലും അതൊക്കെ ഒന്ന് എടുത്തൊന്ന് നിങ്ങളൊന്ന് നോക്കണം. നിങ്ങൾ എഴുതിയില്ലെങ്കിൽ കൂടിയും ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് റീഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അതിലെങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, അതുപോലെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പഠിപ്പിച്ച പോലെയൊക്കെ ആണോ വന്നിരിക്കുന്നതെന്നൊക്കെ ഒന്ന് അസസ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ വിശകലനം അല്ല കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയം കളയുകയല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അതിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നമ്മൾ ഓരോ ഇതിപ്പോൾ നമ്മൾ ഗ്രൂപ്പ് വർക്ക് പഠിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പ് വർക്ക്, അതായത് യഥാർത്ഥത്തിൽ ആ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ള ഒരു പ്രയാസമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും സെക്ഷനുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ അമ്പരന്ന് ആ സെക്ഷനുകളൊക്കെ പഠിക്കണോ, നിങ്ങൾ വെറുതെയെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ, ഈ സെക്ഷൻ ഞങ്ങൾ വല്ല ലോ സ്റ്റുഡൻസ് ആണോ, എന്നോട് ചോദിച്ച കുട്ടികൾ വരെയുണ്ട്. പക്ഷെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്ക്, 4-5 ക്വസ്റ്റ്യൻസ് സെക്ഷനുകളാണ് ചോദിച്ചിരിക്കുന്നത് പോക്സോ ആക്ടിലെ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഒന്നും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒന്നും വിട്ട് കളയാനില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് കയറ്റുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓരോ എക്സാം കഴിയുമ്പോൾ നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ കൂടിയും ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് അവൈലബിൾ ആണ്. എടുത്തൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട്, അപ്പോൾ ഈ പഠിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു ഉത്തരം കിട്ടും. അത് നമ്മളിലൊരു കോൺഫിഡൻസ് തരും. ഇപ്പോൾ എനിക്ക് നമ്മളുടെ അതിലുണ്ടായിരുന്ന കുട്ടികളെ ഇതിൽ 2 വാക്ക് പറയാൻ വിളിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ ലേറ്റായി, പിന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, അവർ പറയണം അത് നമ്മുടെ ക്ലാസ് കൊണ്ട് എന്തുണ്ടായി പ്രയോജനം എന്നുള്ളത് അവർ പറയണം. നല്ല മാർക്കുകളൊക്കെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. അപ്പോൾ ഇനി വരുന്ന അടുത്ത എക്സാമുകളിലും നിങ്ങൾക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ഒന്നും വിട്ടുകളയാതെ, ഇപ്പോൾ സെക്ഷനുകൾ എടുത്താലും അത് കൃത്യമായിട്ട് ആ സെക്ഷനുകൾ നമ്മൾ നോട്ട് ചെയ്ത് പോകണം. പരീക്ഷയ്ക്ക് നമ്മൾ ലോ സ്റ്റുഡൻ്റ് അല്ല അതുകൊണ്ട് വരത്തില്ല എന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതൊക്കെ കൃത്യമായിട്ട് പറയുന്ന ആ സെക്ഷനുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. ഇപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് PSC പണ്ടത്തെ പോലെ ഏതെങ്കിലും പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെടുത്ത് കുറേ ക്വസ്റ്റ്യൻ ഇട്ട് ആ ഒരു രീതിയൊക്കെ പോയി. ഇപ്പോൾ എന്താ വെച്ചാൽ ആ തസ്തികക്ക് അനുയോജ്യമായ രീതിയിൽ, ഇപ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്, ആ തസ്തികക്ക് അനുയോജ്യകരമായ രീതിയിൽ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ. എന്നാൽ വലിയ ടഫില്ല, എളുപ്പമാണ്. പക്ഷെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ആ കാര്യം മനസ്സിലാക്കണ്ടേ, ആ കോൺസെപ്റ്റ് അറിയാതെ വെറുതെ വന്നിട്ട് നമുക്കൊന്നും എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ഒരു അര പേജൊക്കെ ഉള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. കണ്ടാൽ പേടിയാവും, പക്ഷേ നമ്മൾ ആ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾ പറഞ്ഞത് എന്താ വെച്ചാൽ സാറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫായിരുന്നു, അത് ഞങ്ങൾ കണ്ടു പേടിച്ച് തല കറങ്ങിയിട്ടാണ് ഞങ്ങൾ മെയിൻ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നുമല്ലാത്ത രീതിയിൽ കേരള PSCയുടെ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, സാറിൻ്റെ ക്വസ്റ്റ്യൻ എന്തോ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു രീതിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും ആ ഇമ്പാക്റ്റ് കണ്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്തത് കൊണ്ട് അവർക്ക് ആ പേടി പോയി. അതല്ല, ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ട്
നിങ്ങളെ ചതിച്ചു. അപ്പം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് വളരെ ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ സാറ് ഇട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഓവർ കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. എന്നിട്ട് നിങ്ങൾ ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആകെ കണ്ണിൽ ഇരുട്ട് കയറിയ പോലെയാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനുകൾ ചെയ്ത് നിങ്ങൾ പരിശീലിച്ചിട്ട് വേണം ആ ക്വസ്റ്റ്യനിലേക്ക് കടന്നു ചെല്ലാൻ. അപ്പോൾ എളുപ്പമായിട്ട് തോന്നും. ഇതിവിടെ സംഭവിച്ചു. നമുക്കില്ല, ആ കുട്ടികളുടെ വായിൽ നിന്ന് തന്നെ ഞാനിത് നിങ്ങൾക്ക് പറയിപ്പിച്ചു തരാം. പക്ഷെ ഇന്ന് സമയം ഉണ്ടായില്ല, അതുകൊണ്ടാണ് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വന്നപ്പോൾ ലേറ്റായി പോയി. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഓരോ പാഠങ്ങളുണ്ടല്ലോ, ആ പാഠം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തന്നെ സ്വയം തിരുത്താനായിട്ട് ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഇന്നാണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ്. ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ MSW-കാർക്കും LLB-കാർക്കും MA സോഷ്യോളജിക്കാർക്കും മാത്രമേ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും അതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇന്ന് 12 മണി വരെ ഉണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നമ്മൾ പഠിച്ചത് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ആണ് നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത്. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി 3 തലങ്ങളിലാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, തിയറി ഓഫ് സൈക്കോ സെക്സ്വൽ ഡെവലപ്മെന്റ്. അങ്ങനെ 3 തലം ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ ആദ്യത്തെ പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അതായത് വ്യക്തിത്വത്തിന്റെ ചലനാത്മകത. അതിൽ അദ്ദേഹം പറഞ്ഞത് 3 മേജറായിട്ടുള്ള ഡിവിഷനുകളാക്കി ഹ്യൂമൻ മൈൻഡിനെ തിരിച്ചിട്ടുണ്ട്. അത് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് ഓർ പ്രീ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അതേപോലെ തന്നെ ബോധ മനസ്സ്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അദ്ദേഹം കൊടുത്ത മനസ്സ് എന്ന് പറയുന്നത് അബോധം. ബോധത്തെക്കാൾ കൂടുതൽ അബോധതലമാണ്, ബോധതലമല്ല. നമ്മുടെ അബോധ അവസ്ഥയിലുള്ള ആ തലമാണ്, അൺകോൺഷ്യസ് മൈൻഡിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതാണ് യഥാർത്ഥ റിയാലിറ്റി. നമ്മുടെ യഥാർത്ഥതായിട്ടുള്ള വസ്തുതകളെല്ലാം ഇരിക്കുന്നത് എവിടെയാണ്? അൺകോൺഷ്യസ് മൈൻഡിലാണ്. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. നമ്മളത് എന്ത് ചെയ്യുന്നു? നമ്മൾ അതെല്ലാം മറച്ചുകൊണ്ട് അത് മറച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ in his theory of personality dynamics, Freud tries to explore the unconscious part of the human mind. അപ്പോൾ അവിടെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചത് എന്താണ്? അൺകോൺഷ്യസ് മൈൻഡിനെയാണ്. അൺകോൺഷ്യസ് മൈൻഡ് നോട്ട് ചെയ്തു പോവുക. അപ്പോൾ പേഴ്സണാലിറ്റി ഡൈനാമിക്സിൽ ഏത് മനസ്സിനെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചത്? അൺകോൺഷ്യസ് ആയിട്ടുള്ള അബോധ മനസ്സിനാണ് കൂടുതൽ പ്രസക്തി കൊടുത്തത്. അതാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ശ്രമിച്ചത്. ഹി യൂസ്ഡ് ദ ടേം സൈക്കോഡൈനാമിക്സ് ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് മൈൻഡ്. മൈൻഡിന്റെ പ്രക്രിയ, ആ പ്രോസസ്, ആ പ്രക്രിയ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചത്. മനസ്സിലായി? യൂസ് ദ ടേം സൈക്കോഡൈനാമിക്സ് എന്ന് പറയുന്ന ടേം ഉപയോഗപ്പെടുത്തിയത് ടു ഡിസ്ക്രൈബ് ദി പ്രോസസ് ഓഫ് ദി മൈൻഡ്. മൈൻഡിന്റെ ആ പ്രക്രിയ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ടേം അദ്ദേഹം ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡൈനാമിക്സ്, നമ്മൾ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് നമ്മൾ നോക്കി. ഇനി അടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈക്കോ അനാലിറ്റിക് തിയറി or psychoanalytic theory or personality structure, ഘടനയിലേക്ക് കടക്കാം. പേഴ്സണാലിറ്റി സ്ട്രക്ചർ, വ്യക്തിത്വത്തിന്റെ ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ അതാണ് സൈക്കോ അനലിറ്റിക് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൈക്കോ അനലിറ്റിക്
നമ്മുടെ സൈക്കോയിനെ, നമ്മുടെ സൈക്കിനെ, നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യുന്ന, അനലൈസ് ചെയ്യുവാണ്, വിശകലനം ചെയ്യുവാണ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ആർ ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ ആൻഡ് we used to react to the same situation in different ways. എന്താണ് അദ്ദേഹം പറയുന്നത്? ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ആർ ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ അല്ലേ? ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഞാനും നിങ്ങളും ഒക്കെ എല്ലാവരും വ്യത്യസ്തരാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ആൻഡ് വി യൂസ്ഡ് ടു റിയാക്ട് ടു ദി സെയിം സിറ്റുവേഷൻ ഇൻ ഡിഫറെന്റ് വേസ്. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരേ സിറ്റുവേഷൻ കടന്നു വന്നാൽ ആ സിറ്റുവേഷനോട് നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കുന്നത് വ്യത്യസ്ത രീതികളിലായിരിക്കും. ഞാൻ പ്രതികരിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല നിങ്ങൾ പ്രതികരിക്കുന്നത്, നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്, നമ്മൾ രണ്ടും പ്രതികരിക്കുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾ പ്രതികരിക്കുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. വി യൂസ്ഡ് ടു റിയാക്ട് ദ സെയിം സിറ്റുവേഷൻ ഇൻ ഡിഫറെന്റ് വേസ്, വ്യത്യസ്ത രീതിയിൽ. If you taking the example of a twin brother or twin sister, even their personalities are different from each other, and even they used to react with the same situation in different ways. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇരട്ട സഹോദരിമാരെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരേ സാഹചര്യങ്ങളോട് വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കുന്നത് കാണാം. ഒരമ്മയുടെ വയറ്റിൽ ഒരേ സമയത്ത് പിറന്നവരാണെങ്കിൽ പോലും അവർ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ഒരേ സിറ്റുവേഷനിൽ, സെയിം സിറ്റുവേഷനിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത്. ദിസ് ഡിഫറൻസസ് ആർ ആക്ച്വലി ഹാപ്പൻ ബിക്കോസ് ഓഫ് ദി ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഓഫ് ഹ്യൂമൻ മൈൻഡ് പാത്ത്. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്ത ഇത് കാണിക്കുന്നത്? അവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. എന്തിന്റെ ഫലമായിട്ടാണ്? കോൺഫ്ലിക്റ്റ് നടക്കുന്നു. എന്തൊക്കെ തമ്മിലുള്ള? ആക്ച്വലി ഹാപ്പൻ ബിക്കോസ് ഓഫ് ദി ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഓഫ് ദി ഹ്യൂമൻ മൈൻഡ് പാത്ത്. ആ ഹ്യൂമൻ മൈൻഡിൽ നടക്കുന്ന ഇന്റേണൽ കോൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ടാണ്, ഹ്യൂമൻ മൈൻഡിൽ നടക്കുന്ന ഇന്റേണൽ കോൺഫ്ലിക്റ്റിന്റെ അനന്തരഫലമായിട്ടാണ് ഒരേ സാഹചര്യങ്ങൾ ആണെങ്കിൽ പോലും വ്യത്യസ്ത രീതികളിൽ എന്ത് ചെയ്യുന്നത്, അതിനോട് പ്രതികരിക്കുന്നത് എന്ന് ചുരുക്കം. Sigmund Freud believed that the human behavioral differences actually happen because of the interactions of the human mind. അപ്പൊ ഈ ഹ്യൂമൻ മൈൻഡുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനിലാണ് എന്ത് സംഭവിക്കുന്നത്? ആ ബിഹേവിയറൽ ഡിഫറൻസുകൾ, ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്തതയ്ക്ക് കാരണം എന്താണെന്നാ പറയുന്നത്? ആ ഹ്യൂമൻ മൈൻഡുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹി ഡിവൈഡ് ഹ്യൂമൻ മൈൻഡ് ഇൻ ടു 3 ഡിഫറെന്റ് പാത്ത്. 3 പാത്തുകളാക്കിയിട്ട് ആ ഹ്യൂമൻ മൈൻഡിനെ അദ്ദേഹം തിരിച്ചു. ഇതാണ് 3 പാത്സ്, 3 മൈൻഡ് പാത്സ്. അപ്പോൾ ഈ മൈൻഡ് പാത്തുകൾ 3 തമ്മിലുള്ള ഇന്ററാക്ഷൻ അഥവാ കോൺഫ്ലിക്റ്റ് നടക്കുന്നു. അതിന്റെ അനന്തരഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ബിഹേവിയറൽ ഡിഫറൻസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഈ സൈക്കോ അനാലിറ്റിക് തിയറി അഥവാ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി സ്ട്രക്ചർ, വ്യക്തിത്വത്തിന്റെ ഘടനാ സിദ്ധാന്തത്തിൽ പറയുന്നത്. എന്താണ് ആ കോൺസെപ്റ്റ്? നമ്മളങ്ങ് മനസ്സിലേക്ക് കടത്തിവിട്. സൈക്കിനെ അനലൈസ് ചെയ്തിട്ട് അദ്ദേഹം പറയുകയാണ്. എന്താ പറയുന്നത്? ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായ സ്വഭാവങ്ങൾക്ക് ആധാരം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ഒരു കാര്യമുള്ളൂ. അവരുടെ ഓരോരുത്തരുടെയും മനസ്സിനുള്ള 3 തരത്തിലുള്ള പാത്തുകളുണ്ട്. ആ പാത്തുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുവാണ്. അവർ തമ്മിൽ പരസ്പരം പോരടിക്കുകയാണ്, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണ്. അതിന്റെ അനന്തരഫലമായിട്ടാണ് വ്യത്യസ്തമായ ബിഹേവിയർ കാണിക്കുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ 3 തരത്തിലുള്ള മൈൻഡ് പാത്തുകളുണ്ട്. അതിലൊന്നാണ് സൂപ്പർ ഈഗോ. അപ്പൊ ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന 3 തരത്തില് ഈ മൈൻഡ് പാത്തുകളെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അതാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ട്രക്ചറിൽ വരുന്ന സംഭവങ്ങളാണ് ഈ പറയുന്ന 3 തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. These 3 parts are always in interaction
and these interaction result into the person's personality. അപ്പൊ ഈ 3 തരത്തിലുള്ള ഈ മൈൻഡ് പാത്തുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, ഇന്ററാക്ഷൻ സംഭവിക്കുന്നു. ആ ഇന്ററാക്ഷന്റെ അനന്തരഫലമായിട്ടാണ് പേഴ്സണാലിറ്റി, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. നോട്ട് ചെയ്യുക, അതാണ് അദ്ദേഹത്തിന്റെ ആ കോൺസെപ്റ്റ്. ഇതാണ് ഒരു വ്യക്തിയിൽ 3 തരത്തിലുള്ള മൈൻഡ് പാത്തുകളുണ്ട്. ആ മൈൻഡ് പാത്ത് ഏതാണ്? ഈഗോ, സൂപ്പർ ഈഗോ. ഇവ പരസ്പരം എന്ത് ചെയ്യുന്നു? ഇന്ററാക്ട് ചെയ്യുന്നു. ആ ഇന്ററാക്ഷന്റെ അനന്തരഫലമായിട്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വികസിക്കുന്നു. പഠിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മൾ പറഞ്ഞു 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഓരോന്ന് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണ്ടേ? അപ്പൊ ഇത് എന്ന് പറയുന്ന ഒന്നാമത്തെ സംഭവം എന്താണ്? ഇത് the first part of the human personality is it. ഒന്നാമത്തെ ആ ഹ്യൂമൻ പേഴ്സണാലിറ്റിയുടെ അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ആണ്. അവിടെ എന്താണ്? നമ്മൾ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു മനോഭാവമാണ് അവിടെ ഉള്ളത്. അതായത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്ലഷർ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പ്ലഷർ പ്രിൻസിപ്പിൾ. ഇത് എന്തിൽ അധിഷ്ഠിതമാണ്? പ്ലഷർ പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമാണ്. ചോദിച്ച ചോദ്യം ഇത് എന്ന് പറയുന്നത് മൈൻഡിലേക്ക് കടത്തിവിടുക പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. നമ്മളിലുള്ള ആ പ്ലഷർ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഓർ വി ക്യാൻ സേ ദാറ്റ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ ആ ഗ്രാറ്റിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ആ പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമാണ് ഇത് എന്ന് പറയുന്ന പ്രതിഭാസം. അതായത് അതൊരു സെൽഫിഷ് ആയിട്ടുള്ള പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൽഫിഷ് ആണ്. എനിക്ക് എൻ്റെ കാര്യം നേടണം എന്നുള്ള രീതിയിലുള്ള ഒരു സെൽഫിഷ് മെന്റാലിറ്റിയുടെ അടിസ്ഥാന മൈൻഡാണ് ഈ ഇതെന്ന് പറയുന്ന സംഭവം എന്ന് ആര് പറയുന്നു? ഫ്രോയിഡ് പറയുന്നു. അവിടെ എന്താണ്? വൈകാരികമായിട്ടുള്ള യാതൊരുവിധ നിയന്ത്രണങ്ങളൊന്നുമില്ല. സ്വന്തം കാര്യം സിന്ദാബാദ്, എൻ്റെ കാര്യം നടക്കണം എന്നുള്ള ആ സ്വന്തം ആനന്ദം മാത്രം ലക്ഷ്യമിടുന്ന മൈൻഡിന്റെ ഭാഗമാണ് ഈ ഇതെന്ന് പറയുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആ മൈൻഡിന്റെ ഭാഗം അത് ഇത്. അതുകൊണ്ടാണ് അതിനെ എന്ത് ബേസ് ചെയ്ത്? പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ നോട്ട് ചെയ്യുക, ഇതെന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിളിലൂടെ കടന്നു പോകാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാക്കിംഗ് ത്രൂ ദി റോഡ്, നമ്മളൊരു റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ സഡൻലി യു സീ എ ബേബി വാസ് ഈറ്റിംഗ് എൻ ഐസ്ക്രീം. ഒരു കുട്ടി ഐസ്ക്രീം തിന്നുകൊണ്ട് പോകുന്നതായിട്ട് കാണുവാണെന്ന് വിചാരിക്കുക. യുവർ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ഓർ പ്ലഷർ വാസ് യു വാണ്ട് ദാറ്റ് ഐസ്ക്രീം. അതായത് നമ്മളിൽ കാണുന്ന ആദ്യത്തെ, അതായത് ഇപ്പോൾ ഐസ്ക്രീം എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കാണുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഐസ്ക്രീം ആണെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു പ്ലഷർ നമുക്ക് ഉണ്ടാകുവാണ്, ഒരു ഇൻസ്റ്റന്റ് പ്ലഷർ ഉണ്ടാകുവാണ്. എന്താണ്? നമ്മൾ ആ ഐസ്ക്രീം വേണം എന്നുള്ള ഒരു അഭിനിവേശം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാണ്. ഓക്കെ, യുവർ ഫസ്റ്റ് ഇൻസ്റ്റിക്റ്റ് ഓർ പ്ലഷർ വാസ് വാണ്ട് ദാറ്റ് ഐസ്ക്രീം. യു ആർ നോട്ട് തിങ്കിങ് that is morally correct or you are in a public place. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരിക്കലും അത് മോറലി അത് നമുക്ക് വേണം, അതായത് സെൽഫിഷ് മൈൻഡാണ്, അത് കിട്ടിയേ അടങ്ങൂ. അവിടെ നമ്മൾ ഒരിക്കലും അത് മോറലി ധാർമ്മികമായിട്ട് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നത് ഒരു പബ്ലിക് പ്ലേസിലല്ലേ, ഇതൊന്നും നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ മൈൻഡ് ഇത് നമ്മളോട് പറയുന്നത് നീ അത് അടിച്ചു മാറ്റി അത് ഉപയോഗിക്കുക, നീ അത് അടിച്ചു മാറ്റി നീ ഉപയോഗിക്കുക, നിനക്കത് കഴിച്ചേ പറ്റൂ. നമ്മളെ സമ്മർദ്ദത്തിലാക്കുവാണ് ആര് ചെയ്യുന്നേ? ഈ ഇതെന്ന് പറയുന്ന ആള് ചെയ്യുന്നത്. നീ അത് ചെയ്യണം, നീ അത് തട്ടിപ്പറിച്ച് കഴിക്കണം, നിനക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ, അതാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് മോറലി കറക്റ്റ് ആണോ? ശരിക്കും അല്ല. അത് മോറലി കറക്റ്റ് ആണെന്നൊന്നും ഇതിന് നോക്കേണ്ട കാര്യമില്ല, സ്വന്തം കാര്യം സിന്ദാബാദ്. അപ്പൊ ഇത് പറയുന്നു എനിക്കത് വേണം. ഓർ യു ആർ ഇൻ എ പബ്ലിക് പ്ലേസ്, ഒരു പൊതുസ്ഥലത്താണ് എന്ന് പോലും ഇത് ചിന്തിക്കുന്നില്ല. സെൽഫിഷ് മൈൻഡ് അല്ലേ, പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തതല്ലേ. അങ്ങനെയാണ് കാര്യങ്ങൾ. ബട്ട് your first reaction is actually
you need to overcome your pleasure, and you decided to move that baby and catching that ice cream from that baby എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഇത് നമ്മളോട് പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. എന്താണ് അതങ്ങനെ ഇപ്പം നടക്കുന്നു അല്ല, അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ വേറെ സംഭവിക്കുമ്പോൾ അത് നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മളുടെ ഏറ്റവും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ആ പ്ലഷർ പറയുന്നത് ആ കുട്ടിയിൽ നിന്ന് തട്ടിപ്പറിച്ച് നീ കഴിക്കുക, നീ പബ്ലിക് പ്ലേസ് ആണെന്നും നോക്കണ്ട, നീ മോറലി കറക്റ്റ് ആണെന്നും നോക്കണ്ട, നീ അങ്ങ് ചെല്ലുക. അപ്പം നിന്റെ ആ പ്ലഷർ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യുക, നീ അത് തട്ടിപ്പറിച്ചിട്ട് കഴിക്കുക. അതാണ് യു നീഡ് ടു ഓവർകം യുവർ പ്ലഷർ. നിന്റെ പ്ലഷർ നീ ഓവർകം ചെയ്യണം, നിന്റെ ആ ആഗ്രഹം നീ സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് മൂവ് ദാറ്റ് ബേബി ആൻഡ് ക്യാച്ച് ദാറ്റ് ഐസ്ക്രീം എന്നുള്ളതാണ്. അപ്പോൾ so here the main part of the person motivate you take that ice cream and eating that ice cream because it want to satisfy your pleasure. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അതൊക്കെ നിർബന്ധം പിടിക്കുന്നേ? ഇത് പറയുന്നത് ആ നിന്റെ പ്ലഷർ നീ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അതേ മാർഗമുള്ളൂ. നീ എന്ത് ചെയ്യുക, നീ ഓടിച്ചെല്ലുക, ഓടിച്ചെന്ന് തട്ടിപ്പറിച്ച് നീ കൈക്കലാക്കുക, നീ കഴിക്കുക എന്നാണ് ഇത് നമ്മളോട് സമ്മർദ്ദത്തിലാക്കുന്നത്. So here you are not thinking about you are in the public place, somebody is watching you and it is not morally correct, but just concentrating on your pleasure principle, what to want to do for your pleasure rather than thinking about what reality, what morally is correct. It just concentrate pleasure principle and instant gratification or instant urges, or it is actually operating through your unconsciousness, which means you are thinking outside of your consciousness. എന്താ പറഞ്ഞത്? ഇതോട് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഈ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നത് നമ്മളൊരു കോൺഷ്യസ് മൈൻഡിന്റെ പുറത്ത് നിന്നിട്ടാണ്. അൺകോൺഷ്യസ്നെസ് ആണ്, ഔട്ട്സൈഡ് ഓഫ് യുവർ കോൺഷ്യസ്നെസ്. നമ്മൾ കോൺഷ്യസ് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയ്യോ പബ്ലിക് പ്ലേസ് ആണ്, നാണക്കേട്, അങ്ങനെ നമ്മൾ ചിന്തിക്കും. അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡിലാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ചിന്തിക്കും, നമുക്ക് അവിടെ ആരാണെന്നത്, അവിടെ ആരെങ്കിലും നിന്നോട്ടെ, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇതെന്ന് പറയുന്നത് അപ്പൊ ശരിക്കും വരുന്നത് എവിടുന്നാ പറയുന്നത്? ഔട്ട്സൈഡ് ഓഫ് അവർ കോൺഷ്യസ്നെസ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ പുറത്ത് നിന്നാണ്, ഔട്ട്സൈഡ്. അപ്പോ യഥാർത്ഥത്തിൽ എവിടെന്നാ വരുന്നേ? യഥാർത്ഥത്തിൽ അൺകോൺഷ്യസ് തലത്തിൽ നിന്നാണ് ഇത് കടന്നു വരുന്നത്. അൺകോൺഷ്യസ് ആയിട്ടുള്ള തലത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് അതാ പറയുന്നേ, യു ആർ ഇൻ ദിസ് എക്സാമ്പിൾ യു ആർ നോട്ട് തിങ്കിങ് അബൌട്ട് you are in a public place or somebody watching you and it is morally correct or not, but just concentrating on your pleasure principle. അതായത് ഇവിടെ അത് ധാർമ്മിക ബോധത്തിന് നിരക്കുന്നതാണോ എന്ന് നോക്കുന്നില്ല, ചുറ്റുപാടും ആളുകൾ കാണുന്നുണ്ട്, എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നില്ല. പക്ഷേ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് അവിടെ ശ്രദ്ധ കൊടുക്കുന്നത്. എന്താണ്? ഇത് എൻ്റെ പ്ലഷർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു കാര്യമായിരിക്കണം. വാട്ട് ടു വാണ്ട് ടു ഡു ഫോർ യുവർ പ്ലഷർ. നിന്റെ പ്ലഷർ സാറ്റിസ്ഫൈ ചെയ്യാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത് നമ്മളോട് ഉപദേശിക്കുന്നത്. rather than thinking about what reality, what morally correct, എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതല്ല, അല്ലെങ്കിൽ എന്താണ് മോറലി കറക്റ്റ് എന്നുള്ളതല്ല. ഇത് പറയുന്നത് നിന്റെ പ്ലഷർ നീ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അധാർമികമായ മാർഗമായാലും പബ്ലിക് പ്ലേസിലാണെങ്കിലും നീ അത് ഉപയോഗപ്പെടുത്താം എന്നാണ് ആര് നമ്മളോട് ഉപദേശിക്കുന്നത്? ഇത് നമ്മളോട് സമ്മർദ്ദത്തിലാഴ്ത്തുന്നത്. It just concentrate pleasure principle and instant gratification or instant urges, or it is actually operating through the unconsciousness, which means you are thinking out of consciousness. അതായത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ, അത് ചുരുക്കി നമ്മൾ പറയുവാണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഓപ്പറേറ്റിംഗ് ത്രൂ യുവർ അൺകോൺഷ്യസ്നെസ്. അൺകോൺഷ്യസ്നെസ്സിലൂടെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ശരിയല്ലേ? കോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ നമ്മൾ തട്ടിപ്പറിക്കാൻ പോകുമോ? നമ്മൾ വഴക്കിടാൻ പോകുമോ? ഇല്ല, നമ്മൾ ചിന്തിക്കും. എന്താണിത് മോറലി കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ആളുകൾ വാച്ച് ചെയ്യുന്നു, നാണക്കേട്.
പക്ഷെ അങ്ങനെ ചിന്തിക്കാത്തിടത്തോളം കാലം ഇത് എവിടെ നിന്ന് പുറപ്പെടുന്ന ഒരു സാധനമാണ്. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. അൺകോൺഷ്യസ് തലത്തിൽ നിന്നാണ് ഇതിന്റെ പിറവി. ഇത് പുറപ്പെടുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പിറവി എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്? ഓപ്പറേറ്റിംഗ് ത്രൂ യുവർ അൺകോൺഷ്യസ്നസ്, വിച്ച് മീൻസ് യു ആർ തിങ്കിങ് ഔട്ട്സൈഡ് ഓഫ് ദി കോൺഷ്യസ്നസ്. കോൺഷ്യസ്നസിന്റെ പുറത്ത് നിന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൺകോൺഷ്യസിൽ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലഷർ പ്രിൻസിപ്പിളിനെ, ഞാൻ പറയുന്ന പോയിന്റുകൾ നോട്ട് ചെയ്യുക, പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അത് നമ്മുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിന് പുറത്ത് നിന്ന് പുറപ്പെടുന്നതാണ്. അതായത് അൺകോൺഷ്യസിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് നമ്മുടെ സെൽഫിഷ് മൈൻഡാണ്. ഇവിടെ മോറലി ധാർമ്മികതയൊന്നും നോക്കുന്നില്ല. പബ്ലിക് പ്ലേസിലാണോ, റൈറ്റ് ആണോ, റോങ് ആണോ, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. അങ്ങനെയുള്ള സംഭവത്തിന്റെ ഓമന പേരാണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടി പഠിക്കാം. ഇറ്റ് ഇസ് എ അനിമൽ സൈഡ് ഓഫ് എ മാൻ. ചോദിച്ച ചോദ്യം എന്താണ്? ഇതിനെ നമുക്ക് എന്ത് പറയാം? അനിമൽ സൈഡ് ഓഫ് എ മാൻ. ഒരു മനുഷ്യന്റെ മൃഗവാസനയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൃഗങ്ങൾ അങ്ങനെയല്ലേ, മനുഷ്യരിലെ മൃഗവാസനയാണ് ഇതെന്ന് പറഞ്ഞാൽ. മൃഗങ്ങൾ ചിന്തിക്കോ? എന്തെങ്കിലും ഇപ്പോൾ ആരുടെയും കയ്യിൽ എന്തെങ്കിലും ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതിന് വിശക്കുമ്പോൾ എന്ത് ചെയ്യും? അതൊന്നും ചിന്തിക്കത്തില്ല, അത് വന്നതങ്ങ് അടിച്ചു അങ്ങ് എടുത്തുകൊണ്ട് പോകും. മനസ്സിലായി? അതുപോലെ മനുഷ്യനിൽ കാണുന്ന ഒരു അനിമൽ സൈഡ് ഉണ്ട്. അതിന്റെ ഓമന പേരാണ് ഇത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അനിമൽ സൈഡ് ഓഫ് എ മാൻ, മനുഷ്യനിലെ മൃഗവാസനയാണ്. ഇറ്റ് പ്രസന്റ് അറ്റ് ബർത്ത്. അത് നമുക്ക് ജന്മനാ തന്നെ തമ്പുരാൻ തരുന്നതാണ്. ഇന്നേറ്റ് ആണ്, ഇൻബോൺ ആണ്. അപ്പോ ഇന്നേറ്റ് ആയിട്ടുള്ള സംഭവമാണ്, ഇൻബോൺ ആയിട്ടുള്ള സംഭവമാണ്. ബർത്തിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്, അല്ലാതെ ഇവിടെ വന്നിട്ട് നമുക്ക് ലഭ്യമാകുന്നതല്ല. ഇറ്റ് ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് പ്രിമിറ്റീവ് ഇമ്പൾസസ് such as hunger, thirst and sex. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സ്റ്റോർ ഹൗസ് ആണ് കേട്ടോ. എന്തിന്റെ സ്റ്റോർ ഹൗസ് ആണ്? പ്രിമിറ്റീവ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇമ്പൾസസിന്റെയും, പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇമ്പൾസുകളുടെ സ്റ്റോർ ഹൗസ് ആണ്. സ്റ്റോർ ഹൗസ്, പ്രിമിറ്റീവ് ഇമ്പൾസിന്റെ സ്റ്റോർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹങ്കർ, തേഴ്സ്റ്റ്, അതേപോലെ സെക്സ്, ഇതിന്റെ എല്ലാം സ്റ്റോർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. സ്റ്റോർ ഹൗസ് ആണ്. ഇറ്റ് ഈസ് സെൽഫിഷ് ആൻഡ് അൺഎത്തിക്കൽ. ഇത് സെൽഫിഷ് ആണ്, അൺഎത്തിക്കൽ ആണ്. സെൽഫിഷ് ആണ്, അൺഎത്തിക്കൽ ആണ്. അധാർമികപരമായിട്ടുള്ളതും സ്വാർത്ഥപരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഘടകമാണ്. നോൺ റിയാലിറ്റിയാണ്. നോൺ റിയാലിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന സംഭവമാണ്. യാഥാർത്ഥ്യബോധത്തിനെതിരാണ്. ജൂഫി എന്തെങ്കിലും പറയുന്നുണ്ടോ? മൈക്ക് ഓണാണ്. പറയുന്നില്ല എന്നാണോ പറഞ്ഞേ? ആ ഓക്കെ. അപ്പോ സെൽഫിഷ് ആണ്, അൺഎത്തിക്കൽ ആണ്, നോൺ റിയാലിറ്റി, അതായത് നമ്മുടെ റിയാലിറ്റിക്ക് എതിരാണ്. മനസ്സിലായോ? വാസ്തവത്തിന് എതിരായിട്ടുള്ളൊരു സംഭവമാണ്, റിയാലിറ്റി അല്ല. സീറ്റഡ് ഇൻ അൺകോൺഷ്യസ് മൈൻഡ്. എവിടെയാ ഇരിപ്പിടം? അൺകോൺഷ്യസ് മൈൻഡിലാണ് അതിന്റെ ഇരിപ്പിടം. അൺകോൺഷ്യസ് മൈൻഡിലാണ് സീറ്റ് ചെയ്തിരിക്കുന്നത്, അൺകോൺഷ്യസ് തലത്തിലാണുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ പ്രിമിറ്റീവ് ഇന്നേറ്റ് urges like bodily needs, sexual desire and aggressive impulses. കുറച്ചുകൂടി വിശദീകരിച്ച് പറയുവാണെങ്കിൽ ഇതിൽ എല്ലാ ഇന്നേറ്റ് ആയിട്ടുള്ള urgesഉം, അതായത് നമ്മുടെ ബോഡിലി നീഡ്സ്, സെക്സ്വൽ ഡിസയറുകൾ, അഗ്രസീവായുള്ള ഇമ്പൾസുകൾ, ഇതിൻ്റെ എല്ലാം ഇരിപ്പിടമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതെന്ന് പറയുന്നത്. സെക്ഷുവൽ ആയിട്ടുള്ള ഡിസയറുകളുടെ, നമ്മളുടെ അഗ്രസീവായിട്ടുള്ള ഇമ്പൾസുകളുടെ, അതുമാത്രമല്ല നമ്മുടെ ബോഡിലി നീഡുകളുടെ എല്ലാം ഇരിപ്പിടമാണ് ഇതെന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബയോളജിക്കൽ ഡ്രൈവ്സ് ആൻഡ് ഇൻസ്റ്റിങ്ക്റ്റ്. അപ്പൊ ഇതിലെന്താണ്? ബയോളജിക്കൽ ഡ്രൈവുകളും, ബയോളജിക്കൽ ഡ്രൈവ്സ് ആൻഡ് ഇൻസ്റ്റിങ്ക്റ്റ്
ബയോളജിക്കൽ ഡ്രൈവുകളും ഇൻസ്റ്റിങ്ക്റ്റുകളും എല്ലാം അടങ്ങുന്ന ഒരു ഭാഗമാണ് ഇത് എന്ന് പറയുന്നത്. He says it as a true psychic reality. അദ്ദേഹം പറയുന്നു ഇത് യഥാർത്ഥത്തിലുള്ള മൈൻഡിന്റെ റിയാലിറ്റി ആണ് കേട്ടോ. ട്രൂ സൈക്കിക് റിയാലിറ്റി ബിക്കോസ് ഇറ്റ് റെപ്രസെന്റ്സ് ദ ഇന്നർ വേൾഡ് ഓഫ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. എന്താ പറയുന്നേ? ഫ്രോയിഡ് പറയുന്നു ഇതെന്ന് പറഞ്ഞാൽ ട്രൂ സൈക്കിക് റിയാലിറ്റി. എന്താണ് ട്രൂ സൈക്കിക് റിയാലിറ്റി? ശരിയായ പ്രസ്താവനയാണെന്ന് ചോദിക്കുമ്പോൾ വടി വിഴുങ്ങിയ പോലെ ഇരിക്കരുത്. ഇതെന്ന് പറഞ്ഞാൽ ശരിയായ മൈൻഡിന്റെ റിയാലിറ്റിയാണ്. ശരിയല്ലേ പറഞ്ഞത്? നമുക്ക് വേണം നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് തട്ടിപ്പറിച്ച് കൊണ്ടുപോകണമെന്നുണ്ട്, മനസ്സിലായി? ഇപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഡ്രസ്സോ ഏതെങ്കിലും ആഭരണമോ വേറൊരാൾ ഇട്ട് കാണുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വേണം എന്നുള്ളൊരു കുശുമ്പ് എന്ന് പറയുന്നൊരു സാധനം നിങ്ങളിലുണ്ട്, പക്ഷെ തട്ടിപ്പറിച്ച് ഓടാൻ നിൽക്കുന്നില്ല എന്ന് മാത്രം. അൺകോൺഷ്യസ് തലത്തിൽ ആ സംഭവം ഉണ്ട്, മനസ്സിലായോ? അപ്പോ അതാണ് അദ്ദേഹം പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ശരിയായ സൈക്കിക് റിയാലിറ്റിയാണ്. അപ്പൊ ചോദിക്കും, നേരത്തെ സാറ് പറഞ്ഞു നോൺ റിയാലിറ്റിയിൽ അധിഷ്ഠിതമാണെന്ന്. വാസ്തവത്തിന് വിരുദ്ധമല്ലേ? നമ്മളത് ചെയ്യുന്നുണ്ടോ? വാസ്തവം അതല്ല. വാസ്തവം നമുക്ക് വേണമെന്നാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല ഈ സംഭവം. അതാണ് നോൺ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ റെപ്രസെന്റ് ചെയ്ത്. രണ്ടും കൂടി കൺഫ്യൂഷൻ ആകണ്ട. നമ്മുടെ യഥാർത്ഥ മൈൻഡിന്റെ വാസ്തവമായിട്ടുള്ളൊരു മേഖലയാണ് ഇതെന്നാണ് ആര് പറയുന്നത്? ഫ്രോയിഡ് പറയുന്നത്. പക്ഷെ നമ്മളത് മറച്ചു കളയുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് പറഞ്ഞത്. ബിക്കോസ് എന്തുകൊണ്ടാണ് അത് സൈക്കിക് റിയാലിറ്റി ആണെന്ന് പറഞ്ഞത്? യഥാർത്ഥ സൈക്കിക് റിയാലിറ്റി ആണെന്ന് അദ്ദേഹം വിശദീകരിച്ചു പറയാൻ കാരണം, ബിക്കോസ് ഇറ്റ് റെപ്രസെന്റ്സ് ദ ഇന്നർ വേൾഡ് ഓഫ് എക്സ്പീരിയൻസ്. നമ്മുടെ ഇന്നർ വേൾഡ് ഓഫ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓരോ വ്യക്തികളുടെയും ആ ഇന്നർ വേൾഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മുടെ ഉള്ളിനെ റെപ്രസെന്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് യഥാർത്ഥ റിയാലിറ്റി ആണ് എന്ന് പറയുന്നത്. ഇന്നർ വേൾഡ്, ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, ഞാനും നിങ്ങളും ഉള്ള എക്സ്പീരിയൻസിനെ, അതായത് നമ്മുടെ ആ ഇന്നർ വേൾഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ ട്രൂ സൈക്കിക് റിയാലിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. അസേർഷൻ എന്താണ്? ഇത് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ഇറ്റ് ഈസ് എ ട്രൂ സൈക്കിക് റിയാലിറ്റി. ശരിയായ പ്രസ്താവനയാണ്. അസേർഷൻ ശരിയാണ്. റീസൺ എന്താ? റീസൺ പറയുന്നത് ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ദിസ് ഇറ്റ് റെപ്രസെന്റ്സ് അവർ ഇന്നർ വേൾഡ് ഓഫ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. നമ്മുടെ സബ്ജക്റ്റീവ് ഓരോരുത്തരിലുമുള്ള ആ എക്സ്പീരിയൻസിന്റെ ഇന്നർ വേൾഡിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് അതിനെ എന്തു പേര് വിളിക്കുന്നത്? ട്രൂ സൈക്കിക് റിയാലിറ്റി എന്ന് വിളിക്കുന്നത്. പഠിച്ചു. ഓൾ ഇൻസ്റ്റിങ്ക്റ്റീവ് എനർജി ഓഫ് ദ ഇൻഡിവിജ്വൽ, അതായത് ആ ഇൻഡിവിജ്വലിന്റെ എല്ലാ തരത്തിലുള്ള ഇൻസ്റ്റിങ്ക്റ്റീവ് എനർജി ശരിക്കും പറഞ്ഞാൽ എന്തിലടങ്ങിയിരിക്കുന്നു എന്നാ പറയുന്നത്? ഇതിലടങ്ങിയിരിക്കുന്നു. ഓൾ ഇൻസ്റ്റിങ്ക്റ്റീവ് എനർജി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. എല്ലാ ഇൻസ്റ്റിങ്ക്റ്റീവ് എനർജിയും അടങ്ങിയിരിക്കുന്ന ഒരു കേന്ദ്രം എന്ന് പറയാം നമുക്ക് ഇത് എന്നുള്ളത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ മസ്റ്റ് ഗെറ്റ് വാട്ട് ഐ വാണ്ട്സ് വെൻ ഇറ്റ് വാണ്ട്സ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് പ്രവർത്തിച്ചിട്ട്, അതായത് എനിക്കിത് അത് വേണം എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ഷഡ്യ ഉണ്ടല്ലോ, ചോദിച്ച ചോദ്യമാണ്. ഐ മസ്റ്റ് ഗെറ്റ് വാട്ട് ഐ വാണ്ട്സ് എന്നുള്ളത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. എന്താണ്? ഐ മസ്റ്റ് ഗെറ്റ് വാട്ട് ഐ വാണ്ട്സ് എന്നുള്ളത് എന്തുമായി ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഇത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്? പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇത് എന്ന് പറയുന്നത്. ഇനി ഈ ഇതിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്കൊരു ഊർജം ആവശ്യമുണ്ട്, ഒരു എനർജി ആവശ്യമുണ്ട്.
ചോദിച്ച ചോദ്യം ആ എനർജിയുടെ ഓമന പേരാണ് ലിബിഡോ എന്ന് പറയുന്ന ചേട്ടനാണ്. ആരാണ്? ലിബിഡോ. LIBIDO, ലിബിഡോ. ലിബിഡോ മനസ്സിലായി? നല്ല പേരൊക്കെയാണ്, മനസ്സിലായി? കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഇടാം, ലിബിഡോ VA എന്നൊക്കെ പറഞ്ഞൊക്കെ ഇടാം. അപ്പൊ ലിബിഡോ നല്ല പേരാണ്. അപ്പൊ ലിബിഡോ എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ഊർജത്തിന്റെ പേരാണ് ലിബിഡോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് ആ നമ്മളുടെ ഇതിലേക്കൊന്ന് കടക്കാം. എന്താ പറഞ്ഞത്? ഫ്രോയിഡ് പറയുന്നു നമ്മളുടെ മൈൻഡിന്റെ ഘടനയിലേക്കാണ് ഫ്രോയിഡ് കടന്നത്. സൈക്കിനെ അദ്ദേഹം അനലൈസ് ചെയ്യുവാണ് ചെയ്തത്. അതാണ് സൈക്കോ അനാലിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിലെ 3 പാത്തുകളുണ്ട്. ആ പാത്തുകൾ തമ്മിൽ നിരന്തരം കോൺഫ്ലിക്റ്റിലാണ്, നിരന്തരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുവാണ്, നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുവാണ്, കോൺഫ്ലിക്റ്റിലാണ്, ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ അനന്തരഫലമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നാണ് ഈ തിയറിയിലൂടെ അദ്ദേഹം പറയുന്നത്. അതാണ് യഥാർത്ഥ കോൺസെപ്റ്റ്. ആ 3 തലങ്ങളെ അദ്ദേഹം പറഞ്ഞ പേരുകളാണ് ഇറ്റ്, ഇഗോ ആൻഡ് സൂപ്പർ ഇഗോ എന്ന് പറയുന്ന 3 ഭാഗങ്ങളാക്കി മാറ്റി. അതിൽ ഒന്നാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കിടന്നത്. ഇത് എന്ന് പറയുന്നത് എന്താ? ഇത് എന്ന് പറയുന്നത് എന്ത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട്? പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത്. അത് നമ്മുടെ അൺകോൺഷ്യസ് തലത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ഔട്ട്സൈഡ് ഓഫ് ദി കോൺഷ്യസ് മൈൻഡ്, ബോധതലത്തിന് പുറമേയാണ് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കോൺഷ്യസ് ആണോ അൺകോൺഷ്യസ് ആണോ? ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എഴുതുമ്പോൾ വളരെ പ്രയാസമാണ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുന്നത് പോലെയല്ല. ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണും, നമ്മൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ നമ്മളെപ്പോഴും കാണുന്നത് എന്താ? ക്വസ്റ്റ്യൻ പേപ്പറിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ തിരഞ്ഞെടുത്തെഴുതുക. മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. അതാണ് ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. നമ്മൾ ഒരു എക്സാം എഴുതുമ്പോൾ നമ്മളവർക്ക് ഒബ്ജക്റ്റീവ് എക്സാം വളരെ സിമ്പിളാണ്. ഒബ്ജക്റ്റീവ് എക്സാമിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നമ്മുടെ കണ്ണും കാതും കുറിപ്പിച്ച് നമ്മൾ ക്ഷമയോടുകൂടി വേണം അത് കൈകാര്യം ചെയ്യാൻ. ഞാനിതിങ്ങനെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അതെന്നോടൊരു കുട്ടി തന്നെ ഇങ്ങോ പറയുന്നുണ്ടേ, സാർ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചത് വായിച്ചുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു 3-4 ക്വസ്റ്റ്യൻ എടുത്ത് പരിശോധിച്ച് നോക്കി. അതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നല്ല, ലീസ്റ്റ് അപ്രോപ്രിയേറ്റ്. മോസ്റ്റ് അല്ല, ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന്. നെഗറ്റീവ് മീനിങ് അല്ലേ എവിടെ വരുന്നേ? മോസ്റ്റ് ആണ് സാധാരണ രീതിയിൽ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. അതാണ് ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വായിക്കണം എന്നുള്ളത് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. എവിടെയാ ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്? അൺകോൺഷ്യസ് മൈൻഡിലാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ കോൺഷ്യസ്, കോൺഷ്യസ് മൈൻഡിന്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണ് ഇത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ അനിമൽ സൈഡ് ഓഫ് എ മാൻ. മനുഷ്യനിലെ മൃഗവാസനയുടെ ഓമന പേരാണ് ഇതെന്ന് പറയുന്നത്. ഇത് നമുക്ക് തമ്പുരാൻ ജനിക്കുമ്പോൾ തന്നെ തരുവാണ്. ഇന്നേറ്റ് ആണ്, ഇൻബോൺ ആണ്. അത് പഠിച്ചു. ഇതിൽ എല്ലാ തരത്തിലുള്ള പ്രിമിറ്റീവായിട്ടുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള ഇമ്പൾസുകളുണ്ട്. നമ്മുടെ സെക്ഷുവൽ ഡിസയറുകൾ, നമ്മളുടെ അഗ്രസീവ് ആയിട്ടുള്ള ഇമ്പൾസുകൾ, നമ്മുടെ ബോഡിലി നീഡുകൾ, ഹങ്കർ, തേഴ്സ്റ്റ്, ഇതെല്ലാം എവിടെയുണ്ട്? അതെല്ലാമാണ് ഈ ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു മൈൻഡിന്റെ രൂപാന്തരണമാണ്. നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ അൺഎത്തിക്കലായുള്ള സംഭവങ്ങളാണ്. അതേപോലെ നോൺ റിയാലിറ്റിയിലൂടെയാണ് അത് നടന്നു പോകുന്നത്. റിയാലിറ്റി അനുവദിക്കാൻ പറ്റത്തില്ല. ഇത് അൺകോൺഷ്യസ് മൈൻഡിലാണ് സീറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ബയോളജിക്കൽ ഡ്രൈവ്സ് ആൻഡ് ഇൻസ്റ്റിങ്ക്റ്റിന്റെ ഇരിപ്പിടമാണ് ഈ പറയുന്ന ഇത് എന്ന് പറയുന്നത്. അതേപോലെ ഇറ്റ് ഈസ് ദ ട്രൂ സൈക്കിക് റിയാലിറ്റി എന്ന് ഫ്രോയിഡ് വിശേഷിപ്പിച്ചത് ഏതിനെ? ഇതിനെയാണ്. യഥാർത്ഥത്തിലുള്ള മൈൻഡിന്റെ റിയാലിറ്റി, ട്രൂ സൈക്കിക് റിയാലിറ്റി. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താ കാര്യം? അത് നമ്മളുടെ ഇന്നർ വേൾഡിന്റെ ആ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ആ എക്സ്പീരിയൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ട്രൂ സൈക്കിക് റിയാലിറ്റി എന്ന് പറയുന്നത്. അതെന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്കത് വേണമെന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് പറയുന്ന കാര്യമാണ്, പക്ഷെ അത് നടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ യഥാർത്ഥ വസ്തുതയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. അതില് എല്ലാ തരത്തിലുള്ള ഇൻസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള എനർജീസ് അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ്. ഐ മസ്റ്റ് ഗെറ്റ് വാട്ട് ഐ വാണ്ട് എന്ന് പറയുന്നത് എന്തിലധിഷ്ഠിതമാണ്? ഇതിലധിഷ്ഠിതമാണ്. ഇത് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ഒരു എനർജി ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ ലിബിഡോമോൻ. എന്താണ് ലിബിഡോ? LIBIDO, ലിബിഡോ പഠിച്ചു. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ചേട്ടനിലേക്ക് കടക്കാം. ഈഗോ, സൂപ്പർ ഈഗോ കടന്നിട്ട് നമുക്ക് ഈഗോയിലേക്ക് പോകാം. സൂപ്പർ ഈഗോ ഇറ്റ് ഈസ് എ സെക്കൻഡ് പാർട്ട് ഓഫ് അവർ പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി, ധാർമ്മികത. അപ്പൊ നമ്മുടെ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ മൊറാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഏത് പ്രിൻസിപ്പിൾ ആണെന്ന് ഓർത്തു വെക്കണം. മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ചോദിക്കാം. സൂപ്പർ ഈഗോ എന്താണ്? ബേസ്ഡ് ഓൺ മൊറാലിറ്റി പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി, ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമാണ്. പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റിയിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ആദർശബോധം, നമ്മുടെ ഉയർന്ന ധാർമ്മിക ബോധം, നമ്മുടെ മനസാക്ഷി, ഇതിലെല്ലാം അധിഷ്ഠിതമായിട്ടുള്ള സംഭവമാണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ. നമ്മുടെ മനസാക്ഷി, നമ്മുടെ ധാർമ്മികത, നമ്മുടെ ആദർശബോധം, ഇതിലെല്ലാം അധിഷ്ഠിതമായിട്ടുള്ള ഒരു മേഖലയുണ്ട് കേട്ടോ. അതിന്റെ പേരാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ വർക്ക് അക്കോർഡിംഗ് ടു ദി സോഷ്യൽ റൂൾസ് ആൻഡ് മൊറൽസ്. എന്തിലധിഷ്ഠിതമാണ്? സാമൂഹ്യപരമായിട്ടുള്ള റൂളുകളിലും മൊറൈൽസുകളിലും ധാർമ്മിക മൂല്യങ്ങളിലും എല്ലാം അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാധനമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, സൂപ്പർ ഈഗോ വർക്ക്സ് അക്കോർഡിംഗ് ടു ദി കോൺഷ്യസ്നസ് അനുസരിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. കോൺഷ്യസ്നസ്, ബോധതലം, അറിഞ്ഞുകൊണ്ടിട്ടുള്ള ബോധമായിട്ട് അക്കോർഡിംഗ് ടു കോൺഷ്യസ്നസ്. ഇതേപോലെ മനസാക്ഷിക്ക് അനുസരിച്ചിട്ട് നമുക്ക് പെരുമാറാൻ കഴിയുന്ന ഒരു മേഖലയാണത്. ഇഫ് യു ടേക്കിംഗ് ദാറ്റ് സെയിം എക്സാമ്പിൾ, ഇനി നമ്മൾ ആ സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ എടുക്കുവാണെങ്കിൽ, ഏത് എക്സാമ്പിൾ? ആ കുട്ടി ഐസ്ക്രീം തിന്നുന്ന ആ എക്സാമ്പിൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ മനസ്സ് എന്താ പറയുന്നത്? ഇത് പറയുന്നു, അത് തട്ടിപ്പറിച്ച് വാങ്ങിക്കുക എന്നാണ് നമ്മളോട് പറയുന്നത്. സോ ഇൻ ഫസ്റ്റ് സിറ്റുവേഷൻ യു went with your pleasure principle. നമ്മൾ ആ pleasure principle കൊണ്ട് നമ്മൾ അവിടെ എത്തുന്നു. and you are going with that. And super ego, if it overcomes your super ego, you have also there is a chance for taking the baby's ice cream and eating. അതായത് നമ്മൾ ആ ഈഗോ പറയുന്നത് വേറൊന്നുമില്ല. ആ ഐസ്ക്രീം കാണുമ്പോൾ ഇത് പറയും, അത് തട്ടിപ്പറിക്കാൻ പറയും. അപ്പോൾ സൂപ്പർ ഈഗോ പറയും, അയ്യോ മോശം, അങ്ങനെ ചെയ്യല്ലേ, കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാണക്കേടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഒരു കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന ഐസ്ക്രീം താൻ ഈ മുതുക്കൻ എന്തിനാണോ പോയി തട്ടിപ്പറിക്കുന്നത്? അത് തൻ്റെ ധാർമ്മിക ബോധത്തിനെതിരല്ലേ? അതുപോലെ ഈ പബ്ലിക് പ്ലേസിൽ അങ്ങനെ ചെയ്യാമോ ചേട്ടാ എന്നൊക്കെ നമ്മളോട് ഈ പറയുന്ന ഇതിനോട് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ഇനി അത് ഓവർകം ചെയ്ത് കഴിയുവാണെങ്കിൽ, ആ ഇത് എന്ന് പറയുന്നതിന് ഓവർകം, ഈ പറയുന്ന സൂപ്പർ ഈഗോ അങ്ങനെ മറച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ ഈ ഇതാണ് കൂടുതലായിട്ട് വരുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ സൂപ്പർ ഈഗോ പറഞ്ഞിട്ട് നിൽക്കുന്നില്ല. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ബട്ട് സഡൻലി സൂപ്പർ ഈഗോ സ്റ്റാർട്ടഡ് വർക്കിംഗ്. പക്ഷെ അവിടെ സൂപ്പർ ഈഗോ വർക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ പിടിച്ചു നിർത്തുമ്പോൾ യു ഫീൽ ഗിൽറ്റ് ആൻഡ് യു ഫീൽ ഇറ്റ് ആക്ച്വലി നോട്ട് മോറലി കറക്റ്റ്. അപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുവാണ്, ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യുന്നത് ശരിയല്ല, കാരണം നീ വലിയവനാണ്,
മനസ്സിലായോ? നീ ശിശുവല്ല, നീ വലിയവനാണ്, ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, ആളുകൾ നിന്നെ പഞ്ഞിക്കിടും കേട്ടോ, നീ പോയി വാങ്ങിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തടയും. സോ യു ആർ ഫീലിംഗ് the kind of guilt and you are understanding that it is morally incorrect. നമ്മൾ വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാക്കുവാണ് അത് നമ്മുടെ ധാർമ്മിക ബോധത്തിന് ചേരുന്ന പണിയല്ല. സൂപ്പർ ഈഗോ ഹെൽപ്പ് യു ടു ആക്ട് ഇൻ എ കോൺഷ്യസ്നെസ്. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കോൺഷ്യസ്നെസ്, ബോധത്തിനനുസരിച്ചിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ. ശരിയായ പ്രസ്താവനയാണോ? യെസ്, ശരിയായ പ്രസ്താവനയാണ്. ഓർ we can say that it is actually using social rules and norms to take decision in your life. നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ സോഷ്യൽ റൂളുകൾ, നോംസിനെയൊക്കെ നോക്കിയിട്ടൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ ആരാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആൻസർ നമുക്ക് ഉണ്ടാവണം. ആരാണ്? സൂപ്പർ ഈഗോയാണ്. സൂപ്പർ ഈഗോയാണ്. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? സൂപ്പർ ഈഗോ ഹെൽപ്പ് യു ടു ആക്ട് ഇൻ എ കോൺഷ്യസ്നെസ്. അതായത് ബോധത്തോടു കൂടി പ്രവർത്തിക്കാനായിട്ട് നമ്മളെ പര്യാപ്തമാക്കുന്ന ഒരു ഘടകമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക. Or we can say that it is actually using social rules and norms to take decision in your life. നിങ്ങളുടെ ജീവിതത്തിൽ സോഷ്യൽ റൂളുകളും നോംസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് നമ്മളെ പര്യാപ്തമാക്കുന്ന ഘടകവും ഏത് സാധനമാണ്? ഈ സൂപ്പർ ഈഗോയാണ്. അപ്പൊ സൂപ്പർ ഈഗോയെ കുറിച്ച് എന്താ പഠിച്ചേ? നമ്മളെ ധർമ്മത്തിന് നിരക്കാത്ത ഒരു പണിയും ചെയ്യാൻ അനുവദിക്കാത്ത നമ്മുടെ മൈൻഡിന്റെ ഒരു ഭാഗമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാ? മൊറാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. സോഷ്യൽ റൂളുകളിലും മൊറൈലുകളിലും അധിഷ്ഠിതമായിട്ടുള്ള ഭാഗമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. കോൺഷ്യസ് തലത്തിലാണ് അത് നിലനിൽക്കുന്നത്. നമ്മുടെ കോൺഷ്യസ്നെസ്സിന്, ബോധതലത്തിനോട് നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? ഔട്ട്സൈഡ് ഓഫ് ദി കോൺഷ്യസ്നെസ് ഇത് എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് ദ കോൺഷ്യസ്നെസ്, ദാറ്റ് മീൻസ് അൺകോൺഷ്യസ്, അവിടെയാണ് അത് സീറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ് ആണ്. ഹെൽപ്പ് യു ടു ആക്ട് ഇൻ കോൺഷ്യസ്. ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന ഒരു സാധനമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സൂപ്പർ ഈഗോയിലേക്ക് ഒന്നുകൂടി കിടക്കാം. അത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞു. എത്തിക്കൽ ആൻഡ് മോറൽ ആസ്പെക്ട് ഓഫ് ദി സൈക്കിൾ. നമ്മുടെ സൈക്കിന്റെ എത്തിക്കൽ ഓർ മോറൽ ആസ്പെക്ട് ആണ്. എത്തിക്കൽ ഓർ മോറൽ ആസ്പെക്ട് ഓഫ് ദി മൈൻഡ് ഓർ സൈക്ക്. സൈക്കിന്റെ അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിന്റെ എത്തിക്കൽ ആയിട്ടുള്ളതോ മോറൽ ആയിട്ടുള്ളതോ ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് എന്താ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഇറ്റ് യൂഷ്വലി ഡെവലപ്പ് അറ്റ് ദ ഏജ് ഓഫ് 5. 5 വയസ്സൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ടും ഇത് ഡെവലപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. യൂഷ്വലി ഡെവലപ്പ് അറ്റ് ദ ഏജ് ഓഫ് 5. 5 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ധാർമ്മിക ബോധങ്ങൾ വളർന്നു തുടങ്ങുന്നു. പരിപൂർണ വളർച്ചയല്ല ഉദ്ദേശിക്കുന്നത്. എവിടെയാ ഇത് സിറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു കോൺഷ്യസ് അനുസരിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് എ ഐഡിയലിസ്റ്റിക് ആൻഡ് ഡിസ് നോട്ട് കെയർ ഫോർ ദ റിയാലിറ്റീസ്. ഇറ്റ് ഈസ് എ ഐഡിയലിസ്റ്റിക് ഇൻ നേച്ചർ. ഇതൊരു ഐഡിയലിസ്റ്റിക് ആണ്. ഐഡിയലിസ്റ്റിക് ഇൻ നേച്ചർ, ആദർശബോധമാണിത്. ഐഡിയലിസ്റ്റിക് ഇൻ നേച്ചർ ആണ്. The main concern of the superego is to decide whether something is right or wrong. അതായത് സൂപ്പർ ഈഗോയുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈഡ് ചെയ്യുക വെദർ സംതിങ് ഈസ് റൈറ്റ് ഓർ റോങ്, ശരിയാണോ തെറ്റാണോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ മെയിൻ കൺസേൺ, ഈ സൂപ്പർ ഈഗോയുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ടു ഡിസൈഡ് സംതിങ് ഈസ് റൈറ്റ് ഓർ റോങ്, ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സാധനമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇറ്റ് ഡെവലപ്സ് as a result of child's interaction with parents, teachers, religion, etc. ചോദിച്ച ചോദ്യമാണ്. It is developed
ആസ് എ റിസൾട്ട് ഓഫ് ചൈൽഡ്സ് ഇന്ററാക്ഷൻ. കുട്ടികളുടെ ഇന്ററാക്ഷൻ, കുട്ടികളുടെ പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ റിലീജിയൻ ഇവരുടെയൊക്കെ ആയിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ, കുട്ടികളിൽ ഇന്ററാക്ഷനിലൂടെ വളരെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ള മൈൻഡിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ട പോലെ ഇരിക്കരുത്. ഏതാണ്? സൂപ്പർ ഈഗോയാണ്. അപ്പൊ ഇന്ററാക്ഷനിലൂടെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ആരുമായിട്ട്? പാരൻസ്, ടീച്ചേഴ്സ്, റിലീജിയൻ, ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാം ഇന്ററാക്ഷനിലൂടെ കൈവരുന്ന ഒരു സാധനമാണ്. ധാർമ്മികത പഠിക്കുന്നു, മതങ്ങളിലൊക്കെ ധാർമ്മികത പഠിപ്പിക്കുന്നില്ലേ? അതേപോലെ പാരൻസ് എല്ലാം നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവരുമായുള്ള ഇന്ററാക്ഷനിലൂടെ ആണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറയാം. ദിസ് സൂപ്പർ ഈഗോ ഹാസ് 2 പാർട്സ്. ഈ സൂപ്പർ ഈഗോക്ക് 2 ഭാഗങ്ങളുണ്ട് കേട്ടോ. ഈ സൂപ്പർ ഈഗോക്ക് എത്ര ഭാഗങ്ങളുണ്ട്? 2 പാർട്സ്. 2 ഭാഗങ്ങളുണ്ട് സൂപ്പർ ഈഗോക്ക്. ഏതൊക്കെയാണ് ആ ഭാഗം? ഒന്ന് കോൺഷ്യൻസ്. രണ്ടാമത്തത് ഇഗോ ഐഡിയൽ. കോൺഷ്യൻസ് ആൻഡ് ഇഗോ ഐഡിയൽ. എന്താ കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സൂപ്പർ ഈഗോ that prevents from doing what is really wrong. അതായത് ആ സൂപ്പർ ഈഗോയുടെ ഭാഗം എന്ന് പറയുന്നത് പ്രിവെന്റ് അസ്, നമ്മളെ പ്രിവെന്റ് ചെയ്യുവാണ് ഫ്രം ഡൂയിങ് വാട്ട് ഈസ് മോറലി റോങ്. ധാർമ്മികതയ്ക്ക് എതിരായിട്ടുള്ളത് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഭാഗമാണ് ഈ കോൺഷ്യൻസ് എന്ന് പറയുന്ന ഭാഗം. നമ്മുടെ കോൺഷ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തടയുന്നത്. അയ്യോ അത് ചെയ്യല്ലേ, അത് മോറലി ഇൻകറക്റ്റ് ആണ്, മോറലി റോങ് ആണ് എന്ന് പറഞ്ഞ് നമ്മളെ പ്രിവെന്റ് ചെയ്യുന്ന ഭാഗമാണ്. പ്രിവെന്റ് അസ് ഫ്രം മോറലി റോങ് ആക്ടിവിറ്റീസ്. ധാർമ്മിക ബോധത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളെ വിലക്കുന്ന സൂപ്പർ ഈഗോയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ട പോലെ ഇരിക്കരുത്. ഏതാണ്? കോൺഷ്യൻസ്. പഠിച്ചു. ദെൻ രണ്ടാമത്തെ ഭാഗം ഏതാണ്? ഇഗോ ഐഡിയൽ. എന്താ ഇഗോ ഐഡിയൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് മോട്ടിവേറ്റ്സ് വൺ ടു ഡു വാട്ട് ഈസ് മോറലി ഡിസൈറബിൾ. ധാർമ്മികമായിട്ട് അഭിലഷണീയമായതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സൂപ്പർ ഈഗോയുടെ ഭാഗത്തിന് നമുക്ക് എന്ത് പേര് വിളിക്കാം? ഇഗോ ഐഡിയൽ. അപ്പൊ ഇഗോ ഐഡിയൽ എന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് മോട്ടിവേറ്റ്. ചോദിച്ച ചോദ്യമാണ്. മോട്ടിവേറ്റ് ചെയ്യുവാണ്, നമ്മൾ ഓരോരുത്തരെയും മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്തിനാ? വാട്ട് ഈസ് മോറലി ഡിസൈറബിൾ. നമുക്ക് ധാർമ്മികമായിട്ട് അഭിലഷണീയമായതിനെ സ്വീകരിക്കാൻ പറഞ്ഞിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഭാഗമാണ് മോറലി ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യത്തെ. അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇഗോ ഐഡിയൽ എന്ന് പറയുന്നത്. അപ്പൊ 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിന് എന്ത് പേര് വിളിക്കാം? കോൺഷ്യൻസ്. എന്താ കോൺഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് പ്രിവെന്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. മോറലി റോങ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്ന ഭാഗമാണ് കോൺഷ്യൻസ്. ഇനി സൂപ്പർ ഈഗോയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇഗോ ഐഡിയൽ എന്ന് പറയുന്നത്. എന്താ ഇഗോ ഐഡിയൽ എന്ന് പറയുന്നത്? അവിടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുവാണ്. മോറലി ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി, ധാർമ്മിക ബോധത്തിന് അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സൂപ്പർ ഈഗോയുടെ ഭാഗം ഏതോ? ചോദിച്ച ചോദ്യം ഏതാണ്? ഇഗോ ഐഡിയൽ. അപ്പൊ നമ്മൾ അതും പഠിച്ചു. അപ്പൊ ഒന്നുകൂടി നമുക്ക് സൂപ്പർ ഈഗോയിലേക്ക് ഒന്ന് കടന്നു പോയാലോ? സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തതാണ്? മൊറാലിറ്റി പ്രിൻസിപ്പിളിനെ, ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമാണ്. ഇത് സോഷ്യൽ റൂളുകളിലും സൊസൈറ്റിയൽ മൊറൈലുകളിലും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിലാണ് അതിൻ്റെ ഇരിപ്പിടം എന്ന് പറയുന്നത്. ഇത് എത്തിക്കൽ ഓർ മോറൽ ആസ്പെക്ട് ഓഫ് അവർ സൈക്കി, നമ്മുടെ മൈൻഡിൻ്റെ എത്തിക്കലായിട്ടുള്ള മോറലായിട്ടുള്ള സംഭവങ്ങളുടെ ഇരിപ്പിടമാണ്. ഇത് യൂഷ്വലി ഡെവലപ്പ് അറ്റ് ദ ഏജ് ഓഫ് 5. 5 വയസ്സിലൊക്കെയാണ് സാധാരണ ഇത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഫ്രോയിഡ് അഭിപ്രായപ്പെടുന്നു. ഇത് ഒരു ഐഡിയലിസ്റ്റിക് നേച്ചറാണ്, ആദർശ ബോധമാണത്. മെയിൻ കൺസേൺ, ഇതിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിഷൻ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. സംതിങ് ഈസ് റൈറ്റ് ഓർ റോങ്, ശരിയോ തെറ്റോ എന്നുള്ളത്
നയിക്കാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന മേഖലയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. കേട്ടോ, എന്തുകൊണ്ട് സൂപ്പറാണ് ആള്, മനസ്സിലായോ? സൂപ്പറായിട്ടുള്ള ഈഗോ. അതേപോലെ അവിടെ നമ്മൾ എന്തിലൂടെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്? ഇന്ററാക്ഷനിലൂടെ. ചോദിച്ച ചോദ്യം, ഇന്ററാക്ഷനിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന മൈൻഡിന്റെ ഭാഗം അതാണ് സൂപ്പർ ഈഗോ. ആരൊക്കെയായിട്ട്? പാരൻസായിട്ട്, ടീച്ചേഴ്സായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ റിലീജിയനിലൂടെ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് രണ്ടു ഭാഗങ്ങളായിട്ടുണ്ട്. എന്താണ്? കോൺഷ്യൻസ്, അതേപോലെ തന്നെ ഇഗോ ഐഡിയൽ. കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മളെ തടയുന്ന ഭാഗമാണ്. പ്രിവെന്റ്, മോറലി റോങ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഭാഗം കോൺഷ്യൻസ്. ഇഗോ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഒരു കാര്യം നല്ലത്, മോറലി ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇഗോ ഐഡിയൽ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ആരാണ്? ഇഗോ ഇസ് ദ ലാസ്റ്റ് പാർട്ട് അല്ലേ? ഇഗോ. ഇഗോ മൂന്നാമത്തെ പാർട്ട് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി റിയാലിറ്റി പ്രിൻസിപ്പിൾ. യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമാണ്. അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പിൾ ഏതാണ്? ചോദിച്ച ചോദ്യം ഏതാണ്? റിയാലിറ്റി പ്രിൻസിപ്പിൾ. മാച്ച് ദ ഫോളോയിങ്ങിൽ ഇത് മൂന്നും കയറി വന്നതാണ്. അതുകൊണ്ടാ പറയുന്നേ. ആദ്യം പറഞ്ഞ ഇതെന്ന് പറഞ്ഞാൽ എന്ത് പ്രിൻസിപ്പിളാണ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഷർ പ്രിൻസിപ്പിൾ. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ ഏത് പ്രിൻസിപ്പിളാ? ഏത് പ്രിൻസിപ്പിളാ? സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞപ്പോ ഏത് പ്രിൻസിപ്പിളാ? മൊറാലിറ്റി പ്രിൻസിപ്പിളാ. ഇഗോ എന്ന് പറയുമ്പോൾ ഏത് പ്രിൻസിപ്പിളാ? റിയാലിറ്റി പ്രിൻസിപ്പിൾ. റിയാലിറ്റി പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമാണ്, യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമാണ്. അത് നമ്മളെ നിയമങ്ങളെ മാനിക്കുന്നു, അതുപോലെ അത് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. യഥാർത്ഥ വസ്തുത എന്താണ്? ഇത് പബ്ലിക് പ്ലേസ് ആണ്, ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതെല്ലാം നമ്മളെ ആ യാഥാർത്ഥ്യ ബോധത്തിലൂടെ നമ്മളെ നയിക്കാൻ ആരുണ്ട്? നമ്മുടെ ഇഗോ ഉണ്ട്. Ego is usually considered as based on reality principle, which act as a mediator of it and super ego. ഇതും സൂപ്പർ ഈഗോയും തമ്മിൽ ഗുസ്തി പിടിക്കുമ്പോൾ അതിനിടയിൽ കയറിയിട്ട് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞൊരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇതൊരു മീഡിയേറ്റർ ആയിട്ട്, ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നു. ആരൊക്കെ തമ്മിൽ ബഹളം ഉണ്ടാകുമ്പോൾ ഇത് ആൻഡ് സൂപ്പർ ഈഗോ. അതായത് ഇത് പറയും അത് വേണം, സൂപ്പർ ഈഗോ പറയും ധാർമ്മികത അതിന് യോജിക്കുന്നില്ലടോ, താൻ അവിടെ അടങ്ങി നിൽക്കുക എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് ഗുസ്തി വീണ് രണ്ടിലൊരാൾ ആകുമെന്നാകുമ്പോൾ മീഡിയേറ്റർ ആയിട്ട് ആരിറങ്ങും? ഇഗോ ഇറങ്ങും. സമാധാനിപ്പിക്കാൻ വേണ്ടി ആക്ട് ആസ് എ മീഡിയേറ്റർ ഓഫ് ഇത് ആൻഡ് സൂപ്പർ ഈഗോ. നമ്മൾ ആ എക്സാമ്പിൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് എന്താ പറയുന്നത്? ഐസ്ക്രീം എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഈഗോ എന്ത് പറയും? ഇറ്റ് ഈസ് മോറലി ഇൻകറക്റ്റ്, പറ്റില്ല, അത് ധാർമ്മിക ബോധത്തിനെതിരാണ് എന്ന് പറയും. സോ ഇതാണ് സൂപ്പർ ഈഗോ കോൺഫ്ലിക്റ്റിലാകും. അപ്പം ഇത് പറയും എനിക്ക് വേണം, സൂപ്പർ ഈഗോ പറയും തരാൻ, നീ പോകല്ലേ, പ്രശ്നമാണ്, പ്രശ്നം ഗുരുതരമാകും, മോറലി നിന്നെ ആളുകൾ പഞ്ഞിക്കിടും, മോറലി കറക്റ്റ് അല്ല, പബ്ലിക് പ്ലേസിലാണ്, ചെയ്യല്ലേ എന്ന് പറയും. എനിക്ക് ചെയ്യണം, ചെയ്യല്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് ഈഗോ മന്നം കടന്നു വരുന്നത്. എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഐസ്ക്രീം തിന്നണം. ഇവൻ പറയുന്നു ഐസ്ക്രീം തിന്നരുത്, തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പഞ്ഞിക്കിടും എന്ന് പറയുന്നു. എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന്. അപ്പോൾ ഈഗോ പറയും, മീഡിയേറ്റർ ആയിട്ട് നിൽക്കും. And what ego suggests to a person that you can buy a new ice cream. അപ്പോൾ ഈഗോ പറയും, എടോ താൻ വലിയ ആളല്ലേ, തൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, താൻ ഒരു ഐസ്ക്രീം വേറെ വാങ്ങി മാറിയിരുന്ന് തിന്നടോ. അതല്ലാതെ ഇപ്പോൾ ഒരു കൊച്ചു കൂട്ടി അവിടെ ഇരുന്ന് തിന്നിട്ട് അത് തട്ടിപ്പറിച്ച് തിന്നാനായിട്ട് തനിക്ക് നാണമില്ലേ? ആ നമ്മളുടെ സൂപ്പർ ഈഗോ പറഞ്ഞത് ശരിയല്ലേ? താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ആകുന്നേ? പൈസ ഇല്ലേ, തനിക്ക് തിന്നാ പോരേടോ, അത് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് തിന്നണോ?
അപ്പോൾ ഇത് ഓർക്കും, ആ ശരിയാണല്ലോ ഇത് പറഞ്ഞത്, അതാണ് പുള്ളി ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇത് ഇഗോ സജസ്റ്റ് ടു എ പേഴ്സൺ ദാറ്റ് യു ക്യാൻ ബൈ എ ന്യൂ ഐസ്ക്രീം, പുതിയ ഐസ്ക്രീം വാങ്ങിക്കടോ. സോ ഹിയർ ആക്ച്വലി സാറ്റിസ്ഫൈയിങ് അവർ നീഡ്, യു ബൈ എ ഐസ്ക്രീം ആൻഡ് ഇറ്റ് ഈസ് മോറലി കറക്റ്റ് അല്ലേ? അപ്പോൾ അത് മോറലി കറക്റ്റാണ്, ധാർമ്മിക ബോധത്തിന് നിരക്കുന്ന ഒരു കാര്യമാണ്. സോ ഇഫ് യു ആർ ബൈയിങ് എ ന്യൂ ഐസ്ക്രീം യു ക്യാൻ സാറ്റിസ്ഫൈ യുവർ ഇത്. അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ ഇതിന് നമുക്ക്, നമ്മുടെ പ്ലഷറിനെ നമുക്ക് അവിടെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് അവർ പ്ലഷർ പ്രിൻസിപ്പിൾ. ആൻഡ് യു ക്യാൻ അവോയ്ഡ് എ സോഷ്യലി ബാഡ് സിറ്റുവേഷൻ. അവിടെ നമുക്ക് സോഷ്യലി ഒരു ബാഡായിട്ടുള്ളൊരു സിറ്റുവേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവോയ്ഡ് ചെയ്യാനായിട്ട് അവിടെ കഴിയും. അതായത് നമ്മുടെ സൂപ്പർ ഈഗോ എന്താണോ ആവശ്യപ്പെട്ടത് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടും അവിടെ കഴിയും. അപ്പോൾ ഈഗോ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ പ്രഷർ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ സൂപ്പർ ഈഗോ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത്, അതായത് ആ നീഡ് എന്ന ഒരു ബാഡ് സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ഇഗോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇഗോ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമാണ്, റിയാലിറ്റിയിൽ അധിഷ്ഠിതമാണ്, മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ആരുടെ മീഡിയേറ്റർ ആയിട്ട്? ഇതും സൂപ്പർ ഇഗോയും തമ്മിലുള്ള ആ ഗുസ്തിക്കിടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇത് പറയുന്നു എനിക്ക് കഴിക്കണം, സൂപ്പർ ഇഗോ പറയുന്നു മൊറാലിറ്റിക്ക് എതിരാണ്. അപ്പൊ ഗുസ്തിയാകും, ഇഗോ വരുന്നു, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു, കാര്യം പറയുന്നു. അപ്പൊ ഇഗോ പറയുന്നു എന്താണ്, നിന്റെ പ്രശ്നം മാറണമെന്നുണ്ട്, നീ ഒരു പണി ചെയ്യുന്നു, നീ ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കുക, നിന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. അപ്പോൾ രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആയി. കാരണം കയ്യിൽ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അവൻ്റെ പ്ലഷർ എന്താണോ ആ പ്ലഷർ സാറ്റിസ്ഫൈ ചെയ്തു. സൂപ്പർ ഈഗോയും അടങ്ങി. കാരണം എന്ന് വെച്ചാൽ മൊറാലിറ്റി അത് അനുവദിക്കുന്നുണ്ട്. സ്വന്തം പൈസക്ക് വാങ്ങി തിന്നോട്ടെ, റോഡിൽ മറ്റൊരാളുടെ തട്ടിപ്പറിച്ച് തിന്നേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു മധ്യസ്ഥനായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? നമ്മളുടെ ഇഗോ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇഗോയെ പറ്റി നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇഗോ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമാണ്. ഇറ്റ് ഈസ് എ പോലീസ് ഫോഴ്സ് ഇൻ മാൻ. ഇതിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? മനുഷ്യനിലുള്ള പോലീസ് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കാം അല്ലെ? പോലീസുകാർ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇടപെടാത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ പോലീസ് ഫോഴ്സ് ഇൻ മനുഷ്യനിലെ പോലീസ് ഫോഴ്സ് ആണ് ഇഗോ എന്ന് പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഇറ്റ് ആക്ട് ഇന്റലിജന്റ്ലി, നമ്മളെ ഇന്റലിജന്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട്. ഇറ്റ് ആക്ട് ഇന്റലിജന്റ്ലി നമ്മളെ ബുദ്ധിപരമായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. It keep balance between the demand of it and super ego. ഇതും സൂപ്പർ ഈഗോയും തമ്മിലുള്ള ആ ഡിമാൻഡ് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Keep a balance between the demand of it and super ego. ഇതും സൂപ്പർ ഈഗോയും തമ്മിലുള്ള ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആര് സഹായിക്കുന്നു? നമ്മുടെ ഇഗോ സഹായിക്കുന്നു. ഇറ്റ് ഈസ് സീറ്റഡ് ഇൻ സബ്കോൺഷ്യസ് മൈൻഡ്. എവിടെയാ ഇതിരിക്കുന്നത്? സബ്കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സിലാണ് ഇതിന്റെ ഇരിപ്പിടം എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. സബ്കോൺഷ്യസ് മൈൻഡിലാണ് ഇരിക്കുന്നത്, അൺകോൺഷ്യസിലല്ല, സബ്കോൺഷ്യസിലാണ് ഇതിരിക്കുന്നത്. ഇഗോ ഈസ് സെഡ് ടു ബി ആൻ എക്സിക്യൂട്ടീവ് ഓഫ് ദി പേഴ്സണാലിറ്റി. ചോദിച്ച ചോദ്യം, ഇഗോയെ നമുക്ക് എന്ത് പേര് വിളിക്കാം? എക്സിക്യൂട്ടീവ് ഓഫ് ദി പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട്, എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി. ബിക്കോസ് എന്തുകൊണ്ടാണ് ഇതിനെ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്? ഇറ്റ് കൺട്രോൾസ് ദ ഇൻഡിവിജ്വൽസ് ആക്ഷൻ. ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങളെ ഇത് കൺട്രോൾ ചെയ്യുന്നു. ശരിയായ പ്രസ്താവനയാണോ എന്നാണ് അസേർഷൻ. ഇഗോ ഈസ് കൺസിഡേർഡ്, അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, ഇഗോ ഈസ് കൺസിഡേർഡ് ആസ് എ എക്സിക്യൂട്ടീവ് ഓഫ് ദി പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയുടെ എക്സിക്യൂട്ടീവ് ആയിട്ട് ഇഗോയെ ഫ്രോയിഡ് വിശദീകരിക്കുന്നു. ശരിയായ പ്രസ്താവനയാണോ? ശരിയായ പ്രസ്താവനയാണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് കൺട്രോൾ അവർ
individual's action. It controls individuals, ഓരോ വ്യക്തികളുടെയും പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇഗോയിനെ എന്ത് പേരിട്ട് വിളിക്കാം? എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് വിളിക്കാം. പഠിച്ചു. Ego tries to facilitate the goal of it in a more acceptable manner without and violating the interest of the superego. എന്താണ്? Ego tries to facilitate the goals of it. ഇതിന്റെ ആവശ്യം എന്താണോ ആ ഗോൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പര്യാപ്തമാക്കുന്നു. എങ്ങനെ? മോർ ആക്സെപ്റ്റബിൾ മാനർ, ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്വീകാര്യമായ മാർഗത്തിലൂടെ ഇതിന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിതൗട്ട് വയലേറ്റ് ചെയ്യാതെ എന്താ? ഇൻട്രസ്റ്റ് ഓഫ് ദി സൂപ്പർ ഈഗോയുടെ താല്പര്യങ്ങൾ ലംഘിക്കപ്പെടാതെ ഇഗോയുടെ ഗോള ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു അക്സെപ്റ്റബിൾ മാനറിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? ഇഗോ സഹായിക്കുന്നു. അപ്പൊ ഇഗോ എന്ത് ചെയ്യുവാണ്? സ്ട്രൈവ്സ് ടു അച്ചീവ് ദ ഗോൾസ് ഓഫ് ഇറ്റ്. ദ ഗോൾസ് ഓഫ് ഇറ്റ്. ഇതിന്റെ ഗോള്, ഇത് ആവശ്യപ്പെടുന്നത് എന്താണോ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതെങ്ങനെയുള്ള മാനറിലായിരിക്കണം? അക്സെപ്റ്റബിൾ മാനർ, മോർ അക്സെപ്റ്റബിൾ മാനർ, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മാർഗത്തിലൂടെ കാര്യം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇഗോ ആ പ്രവർത്തനങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എതിർഭാഗത്തുള്ള നമ്മുടെ മറ്റ് സൂപ്പർ ഇഗോന് കോട്ടം പറ്റാമോ? അതാണ് വിത്തൗട്ട് വയലേറ്റിംഗ് ദ നോംസ് ആൻഡ് റൂൾസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് ദി സൂപ്പർ ഇഗോ. വിത്തൗട്ട് വയലേറ്റിംഗ് ഇൻട്രസ്റ്റ് ഓഫ് സൂപ്പർ ഈഗോയുടെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടാതെ അക്സെപ്റ്റബിൾ മാനറിൽ ഇത് ആവശ്യപ്പെടുന്നത് നിറവേറ്റി കൊടുക്കുന്ന സംഭവമാണ് ഇഗോ എന്ന് പറയുന്നത്. അപ്പൊ ഇഗോയിലേക്ക് ഒന്നുകൂടി നമുക്ക് കിടക്കാം. ഇഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റിയാലിറ്റി പ്രിൻസിപ്പിളിനെ, യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമാണ്. പഠിച്ചു. ഇതൊരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ആരൊക്കെ തമ്മിൽ? ഇതും സൂപ്പർ ഈഗോയും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഇഗോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പോലീസ് ഫോഴ്സ് ഇൻ മാൻ. മനുഷ്യനിലെ പോലീസ് ഫോഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. ഇതൊരു എക്സിക്യൂട്ടീവ് പോർഷൻ ആണ് എന്ന് പറയുന്നു. എക്സിക്യൂട്ടീവ് ഓഫ് ദി പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വത്തിന്റെ എക്സിക്യൂട്ടീവ് ആണ്. ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാ? ഇറ്റ് കൺട്രോൾസ് ദ ഇൻഡിവിജ്വൽസ് ആക്ഷൻ. ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. അത് ചെയ്യാൻ പോയപ്പോൾ എന്ത് പറഞ്ഞു? നീ ആ തട്ടിപ്പറിക്കല്ലേ, പകരം നീ വേറൊരു ഐസ്ക്രീം വാങ്ങി തിന്ന് എന്ന് പറഞ്ഞപ്പോ അവിടെ എക്സിക്യൂട്ടീവ് റോളാണ്. കൺട്രോൾ ദ ഇൻഡിവിജ്വൽസ് ആക്ഷൻ. അതേപോലെ ഇഗോ എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? നമ്മളുടെ ഇതിന്റെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നത്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. എങ്ങനെ? മോർ അക്സെപ്റ്റബിൾ മാനർ, സ്വീകാര്യമായ മാർഗത്തിലൂടെ, വിത്തൗട്ട് വയലേറ്റിംഗ് ദ നോംസ് ഓർ മൊറാലിറ്റി ഓർ സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോയെ വയലേറ്റ് ചെയ്യാതെ അക്സെപ്റ്റബിൾ മാനറുള്ള ഇതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു, അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതെന്താണ്? ഇന്റലിജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. It acts as a balance between the demand of ഇത് ആൻഡ് സൂപ്പർ ഈഗോ. ഇതും സൂപ്പർ ഈഗോയും തമ്മിലുള്ള ആ ഡിമാൻഡ് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഭാഗമാണ് എന്ത്? നമ്മുടെ ഈ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ അതും പഠിച്ചു. According to Sigmund Freud, these three parts of our mind is actually developing through different developmental stages of an individual. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൈൻഡിന്റെ മൂന്ന് ഭാഗങ്ങൾ, അതാണ് പറഞ്ഞത്. അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, these three parts of the mind is actually developing through different developmental stages. ഈ പറയുന്ന ഈ മൂന്ന് ഭാഗങ്ങളും ഒരു വ്യക്തിയുടെ
പലതരത്തിലുള്ള വികസന പ്രക്രിയകളിലൂടെയാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. അതായത് ഇത് ആദ്യം തന്നെ ജനിക്കുമ്പോൾ തന്നെയുണ്ട്, പക്ഷെ അത് പലതരത്തിലുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജുകളിൽ കടന്നു വരുമ്പോഴാണ് അത് വികാസം പ്രാപിക്കുന്നത് എന്ന് പറയുന്നു. ആൻഡ് ദ നേച്ചർ ഓഫ് കോൺഫ്ലിക്റ്റ് ക്യാൻ ചേഞ്ച് അക്കോർഡിംഗ് ടു ദി ഡെവലപ്മെന്റ് ഫ്രം ചൈൽഡ് ടു അഡൾട്ട്. അതേപോലെ ഉണ്ടാകുന്ന ആ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ആ കോൺഫ്ലിക്റ്റും മാറ്റങ്ങൾ സംഭവിക്കാം. അക്കോർഡിംഗ് ടു ദി ഡെവലപ്മെന്റ് ഫ്രം ചൈൽഡ് ടു അഡൾട്ട്. അഡൾട്ടിൽ നിന്ന് ചൈൽഡിലേക്കുള്ള ഒരു വികാസം വരുമ്പോൾ, ചൈൽഡിൽ നിന്ന് അഡൾട്ടിലേക്കുള്ള ആ ഒരു ഡെവലപ്മെന്റ് വരുമ്പോൾ ആ കോൺഫ്ലിക്റ്റിലും വ്യതിയാനങ്ങൾ വരും. ഒരു കൊച്ചുകുട്ടിയുടെ മാനസികാവസ്ഥയിലാണ്, ഒരു വലിയ ആൾ അല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ഹി ടേംഡ് ആസ് എ സൈക്കോസെക്ച്വൽ ഡെവലപ്മെന്റ്. അതിനെയാണ്, ആ സ്റ്റേജുകളെയാണ് അദ്ദേഹം എന്ത് പേര് വിളിച്ചത്? സൈക്കോസെക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഈ 3 സ്റ്റേജുകളിലൂടെ അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, these 3 stages, 3 parts of the mind actually developing through the different developmental stages. ഈ 3 ഭാഗങ്ങളും ഒരു വ്യക്തിയുടെ പലതരത്തിലുള്ള വികസനമായിട്ടുള്ള ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് വികാസം പ്രാപിക്കുന്നത്. ആൻഡ് ദ നേച്ചർ ഓഫ് ദ കോൺഫ്ലിക്റ്റ്, അങ്ങനെ ഉണ്ടാകുന്ന ആ സൂപ്പർ ഈഗോ ഒക്കെ തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റുകളുടെ നേച്ചർ ക്യാൻ ഓൾസോ ചേഞ്ച്. അതിലും മാറ്റങ്ങൾ സംഭവിക്കും. അക്കോർഡിംഗ് ടു ദി ഡെവലപ്മെന്റ് ഫ്രം ചൈൽഡ് ടു അഡൾട്ട്. ചൈൽഡിൽ നിന്ന് അഡൾട്ടിലേക്ക് കുട്ടി വളർന്നു വരുമ്പോൾ ആ കോൺഫ്ലിക്റ്റുകളിലും വ്യതിയാനങ്ങൾ സംഭവിക്കും. ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ഹി ടേം ആസ് ഇൻ ദ ഡെവലപ്മെന്റൽ സ്റ്റേജ് സൈക്കോ. ആ ഡെവലപ്മെന്റൽ സ്റ്റേജിലുള്ള വിവിധ തരത്തിലുള്ള ഘട്ടങ്ങളെയാണ് അദ്ദേഹം എന്ത് ഓമന പേരിട്ട് വിളിച്ചത്? സൈക്കോസെക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് ഓമന പേരിട്ട് വിളിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ സൈക്കോസെക്ച്വൽ ഡെവലപ്മെന്റൽ തിയോറിയിലേക്കാണ് നമുക്ക് ഇനി അടുത്ത ഇത് കടക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് കടക്കുമ്പോൾ 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതായത് ഫിക്സേഷൻ എന്താണെന്ന് നോക്കണം. എറോജീനസ് സോൺസ്, പിന്നെ ഫിക്സേഷൻ, ഈ പറയുന്ന ആസ്പെക്റ്റുകളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ സൈക്കോസെക്ച്വൽ ഡെവലപ്മെന്റൽ തിയറി എക്സ്പ്ലെയിൻസ് ദ പ്രോസസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഒരു വ്യക്തിത്വത്തിന്റെ വികസനത്തിന്റെ പ്രക്രിയ വിവരിക്കുന്ന തിയറിയാണ് തിയറി ഓഫ് സൈക്കോസെക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, the early childhood is the most crucial period in the development of the personality. ഒരു വ്യക്തിത്വ വികസനത്തിന്റെ ഒരു ക്രൂഷ്യൽ പീരീഡ് ആയിട്ട് ഫ്രോയിഡ് ചൂണ്ടിക്കാണിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ഏർലി ചൈൽഡ്ഹുഡ് ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള പീരീഡ് ആയിട്ട്, ഇത് നമ്മുടെ വ്യക്തിത്വ വികസനത്തിന്റെ ക്രൂഷ്യൽ പീരീഡ് ആയിട്ട് ഫ്രോയിഡ് ചൂണ്ടിക്കാണിച്ചത്. ഏതാ കാലഘട്ടം? ഏർലി ചൈൽഡ്ഹുഡിനെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നോട്ട് ചെയ്യുക. The gratification of need at each stage of development has significant role in the formation of our personality. എന്താണ്? The gratification of needs at each stages of development. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഓരോ ഘട്ടങ്ങളിലും വർദ്ധിച്ചു വരുവാണ്. നമുക്ക് പണ്ട് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ആവശ്യമല്ല വലുപ്പത്തിൽ നമ്മളിങ്ങനെ വളർന്നു വരുമ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് വരുന്ന നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, അല്ലേ? ചെറുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കളിപ്പാട്ടമാണ് ആവശ്യമെങ്കിൽ ഇന്ന് നമുക്കതല്ല, അതൊരു വലിയ വലിയ കാര്യങ്ങളാണ് നമ്മളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു എന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് CDPO ആകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തസ്തികയിലാകണം. ജനിച്ചു വീണപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളായിരുന്നു. നമ്മൾ ഈ പറയുന്ന 5 വയസ്സും 3 വയസ്സും ഒക്കെ ഉള്ളപ്പോൾ CDPO ആകണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ല, അപ്പോൾ ഒരു ചെറിയൊരു കളിപ്പാട്ടം, അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ദ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ്സ് at each stages of development has significant role in the formation of a personality. നമ്മുടെ വ്യക്തിത്വത്തിന്റെ രൂപീകരണത്തിൽ
നമ്മുടെ നീഡുകൾക്ക് പ്രാധാന്യമുണ്ട്. ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിന്റെ ഓരോ ഘട്ടത്തിലുമുള്ള ആ നീഡിന്റെ ഗ്രാറ്റിഫിക്കേഷന് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വലിയൊരു സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ആരാണ്? ചോദിച്ച ചോദ്യം ആരാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ്. നോട്ട് ചെയ്യുക, എന്താ പറഞ്ഞേ? ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ് at each stages of the development has a significant role in the formation of personality. Personality development ഓരോ സ്റ്റേജിലുമുള്ള നീഡിന്റെ ഗ്രാറ്റിഫിക്കേഷന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ആണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ്. അക്കോർഡിംഗ് ടു ഹിസ് തിയറി, libido is a special kind of energy which act as a propelling force of all human behavior. ചോദിച്ച ചോദ്യം, എല്ലാ മനുഷ്യ പെരുമാറ്റങ്ങളുടെയും പ്രൊപ്പല്ലിംഗ് ഫോഴ്സായിട്ട് പ്രവർത്തിക്കുന്ന സംഭവമാണ് നമ്മൾ നേരത്തെ പഠിച്ച ലിബിഡോ. ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ഊർജം ലിബിഡോ. എന്താണ് പറഞ്ഞത് ലിബിഡോയിനെ പറ്റി? അക്കോർഡിംഗ് ടു ഹിസ് തിയറി, libido is a special kind of energy which act as a propelling force, ഒരു propelling force ആയിട്ട് പ്രവർത്തിക്കുന്നു of all human behaviors. Libido is in constant search of pleasure. ആ libido എന്തന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്? കോൺസ്റ്റന്റ് സെർച്ച് ഓഫ് പ്ലഷർ. നോട്ട് ചെയ്യുക, ശരിയായ പ്രസ്താവനയാണോ? libido ഈസ് ഇൻ കോൺസ്റ്റന്റ് സെർച്ച് ഓഫ് പ്ലഷറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഈ ലിബിഡോ എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ആസ് എ റിസൾട്ട് ഓഫ് ദി അറ്റംപ്റ്റ് ടു റിസോൾവ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ അൺകോൺഷ്യസ് സെക്ഷുവൽ അഗ്രസീവ് ഇമ്പൾസസ് ആൻഡ് സോഷ്യൽ ഡിമാൻഡ്സ് ടു കൺട്രോൾ ദീസ് ഇമ്പൾസസ്. ഒരു വ്യക്തിത്വ വികസനം സാധ്യമാകുന്നത് എന്താ പറയുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് എന്തിന്റെ അനന്തരഫലമാണ്? അറ്റംപ്റ്റ് ടു റിസോൾവ് ദ കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ. ഏത് തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളാണ്? ബിറ്റ്വീൻ അൺകോൺഷ്യസ് സെക്ഷുവൽ അഗ്രസീവ് ഇമ്പൾസസ്, അവബോധ തലത്തിലുള്ള സെക്ഷുവലായിട്ടുള്ള അഗ്രസീവ് ഇമ്പൾസുകളും അതേപോലെ സോഷ്യൽ ഡിമാൻഡ്സ് ടു കൺട്രോൾ ദീസ്, ഈ ഇമ്പൾസുകൾ കൺട്രോൾ ചെയ്യാനായുള്ള സാമൂഹ്യപരമായ ഡിമാൻഡുകളും തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യാനായുള്ള പരിശ്രമത്തിലാണ്, അതിൻ്റെ അനന്തരഫലമായിട്ടാണ് വ്യക്തിത്വം വികസിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലിബിഡോ എന്ന് പറഞ്ഞാൽ പ്ലഷറിൻ്റെ ഒരു പ്ലഷർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ലിബിഡോ എന്ന് പറയുന്നത്. അപ്പൊ ആ ലിബിഡോയെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സെക്ഷുവൽ അഗ്രസീവ് ഇമ്പൾസസിന് പകരം നമുക്ക് എന്ത് പറയാം? ഈ ലിബിഡോ ആ പ്ലഷർ നടത്തണമെന്ന് വാശി പിടിക്കുന്നു. മറുവശത്ത് സോഷ്യൽ വാല്യൂസ് അല്ലെങ്കിൽ മൊറാലിറ്റി അതിനെ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അത് തമ്മിൽ ഒരു ബാലൻസിൽ പോകുമ്പോൾ ആ കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യാനായിട്ടുള്ള പരിശ്രമത്തിന്റെ അനന്തരഫലത്തിന്റെ ഓമനപ്പേരാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ പറഞ്ഞേ? നമ്മൾ എല്ലാവരിലും എന്തുണ്ടെന്നാ പറയുന്നത്? ഈ ലിബിഡോ എന്ന് പറയുന്ന സാധനമുണ്ട്. ലിബിഡോ എന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കാനായി ആവശ്യമായിട്ടുള്ള ഊർജമാണെന്ന് നമ്മൾ പഠിച്ചു. ഇതെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ സെൽഫിഷ് നീഡാണ്, നമ്മളുടെ ഇന്നേറ്റ് ആയിട്ടുള്ള നീഡാണ്. ധാർമ്മിക ബോധം തീരെയില്ലാത്ത, മനസാക്ഷി തൊട്ട് തീണ്ടാത്ത മനുഷ്യരാണ് ഒരു സംഭവമാണ് ഈ ഇതെന്ന് പറയുന്നത്. അത് ലിബിഡോ, അത് പ്രവർത്തിക്കാനായിട്ടുള്ള ഊർജം, പെട്രോൾ ഡീസൽ, അതാണ് ലിബിഡോ എന്ന് പറയുന്നത്, ഇത് പ്രവർത്തിപ്പിക്കുന്ന സാധനം. അപ്പൊ ഈ ലിബിഡോ എന്ന് പറയുന്ന ആ സംഭവം കോൺസ്റ്റന്റ് സെർച്ച് ഓഫ് പ്ലഷർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഏതാ? പ്ലഷർ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ലിബിഡോ എന്ന് പറയുന്നത് പ്ലഷർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ലിബിഡോ പറയുന്നത് എന്താണ്? സെക്സ്വൽ അഗ്രസീവായുള്ള ഇമ്പൾസുകൾ. അത് കോൺഷ്യസ് തലത്തിൽ ഇരുന്നാൽ വല്ലവരുടെ കയ്യിൽ നിന്നും അടി കിട്ടും. അത് നമ്മളെവിടെയാണ് ഒളിപ്പിച്ച്
അബോധതലത്തിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. നമ്മളിലുള്ള സെക്ഷുവൽ ഡിസയറുകളെല്ലാം നമ്മൾ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ലിബിഡോയും അത് ചെയ്യരുത് എന്ന് പറയുന്ന സോഷ്യൽ ഡിമാൻഡുകളും ആ ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യാനുള്ള സോഷ്യൽ ഡിമാൻഡുകളും തമ്മിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യാനായിട്ടുള്ള പരിശ്രമം, അതിൻ്റെ അനന്തരഫലമായിട്ട് എന്തുണ്ടാകും? അതിൻ്റെ ഡെവലപ്മെന്റ് ഉണ്ടാകും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്കൊരു ഇതുണ്ട്. ആ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലഷറാണ്. അത് ചെയ്യരുതെന്ന് പറയാൻ സൂപ്പർ ഈഗോ അപ്പുറത്തുണ്ട്, മൊറാലിറ്റി ഉണ്ട്. അപ്പോൾ അത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് ഈഗോ. ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമ്മിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. അതാണ് ഈ പറഞ്ഞത്. വളച്ചു ചുറ്റി പറഞ്ഞ കാര്യം അതാണ്. ഈ പറയുന്ന ഇതുണ്ട്, ഇതെന്ന് പറഞ്ഞാൽ പ്ലഷറാണ്, നമ്മൾ ഇന്നത് വേണമെന്ന് വാശി പിടിക്കുന്ന ദുർഗുണങ്ങളുടെ ശേഖരമാണ് ഇതെന്ന് പറയുന്നത്. ആ ഇത് ഇപ്പുറത്ത് സൂപ്പർ ഈഗോ ഇരുന്നിട്ട് അത് ചെയ്യല്ലേ, അത് തെറ്റാണ്, ധാർമ്മികതക്കെതിരാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ തമ്മിലൊരു ഗുസ്തി ഉണ്ടാകുമ്പോൾ ഈഗോ അത് റിസോൾവ് ചെയ്യാൻ വരുന്നു. ആ റിസോൾവ് ചെയ്യാൻ വരുന്ന പരിശ്രമത്തിൻ്റെ അനന്തരഫലമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇപ്പൊ ഞാൻ വായിച്ചതിൽ എങ്ങനെയാ പറഞ്ഞേ? ഇതിനെ മാറ്റിയിട്ട് അവിടെ എന്ത് പറഞ്ഞു? ലിബിഡോ. ശരിയല്ലേ? ഇത് പ്രവർത്തിക്കണമെങ്കിൽ ലിബിഡോ വേണം. ലിബിഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് സെർച്ച് ഓഫ് പ്ലഷർ, പ്ലഷർ സെർച്ച് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ ഈ ലിബിഡോയെ എന്ത് ചെയ്യുന്നു? ലിബിഡോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെക്ഷുവൽ അഗ്രസീവ് ആയിട്ടുള്ള ഇമ്പൾസുകൾ ഉണ്ടാക്കുന്ന സാധനം. അതും അതിന് മറുവശത്താരുണ്ട്? സോഷ്യൽ ഡിമാൻഡ് ഉണ്ട്, അത് ചെയ്യരുത് എന്ന് പറയുന്നത്. അത് തമ്മിൽ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന ഡെവലപ്മെന്റിന്റെ ഓമന പേരാണ് വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. ആ വ്യക്തിത്വ വികസനം നടക്കുന്നത് 5 സ്റ്റേജുകളിൽ കൂടിയാണ് പുരോഗമിക്കുന്നത്. നമുക്കപ്പോൾ 5 സ്റ്റേജ്, നാളെ 5 സ്റ്റേജുകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചത്. വളരെ വ്യക്തമായിട്ട് ബേസ് തുടങ്ങി അങ്ങ് പഠിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഓരോ ദിവസവും നമുക്ക് വലിയ ബേർഡൻ ഇല്ലാതെ നമ്മളങ്ങ് പഠിച്ചു പോവുകയാണ്. ഈ ഒരു അവസ്ഥ നിങ്ങൾ തുടർന്നുകൊണ്ട് പോയാൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയത്തുള്ളൂ. അതായത് ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് പച്ചവെള്ളം പോലെ പഠിച്ചാലാണ് എവിടെ നിന്ന് തലങ്ങും വിലങ്ങും ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയുള്ള കാലം എന്തായാലും നമുക്ക് ഒഴിവുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും ടോപ്പിലെത്തിയാലാണ് നമുക്ക് രക്ഷ കിട്ടത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായാലാണ് നിങ്ങൾ പഠനത്തിലേക്ക് കടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ പേരൊക്കെ ചെയ്തൊക്കെ ഇടുന്നുണ്ട്. വളരെ സന്തോഷം. ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞായറാഴ്ച വരാൻ സമയം ഈ പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിയുന്നവരെല്ലാം നേരത്തെ തന്നെ ചെയ്ത് എന്തായാലും ഇടുക. അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശമൊക്കെ ഞാൻ നേരത്തെ വിശദീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ പഠനത്തിൻ്റെ മേഖലയിലേക്ക് കടക്കണം എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. ഡിസംബറായി വിജ്ഞാപനം വരുമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതിനിടയിൽ തൊഴിൽ രീതിയിലോ അത് ശരിയാകണമെന്നില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിച്ചൊരു നിഗമനം ശരിയാകുന്ന വിധത്തിലാണ് തൊഴിൽ രീതിയിൽ വന്നത്. അതായത് അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ട്. അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരിയിലെ ഗസറ്റ്. ഞാൻ പറഞ്ഞില്ല, ഒന്നിൽ ഡിസംബർ അല്ലെങ്കിൽ ഫെബ്രുവരിയിലെ ഗസറ്റിലാണ് വിജ്ഞാപനം വരാൻ സാധ്യതയെന്ന്. അപ്പോൾ തൊഴിൽ രീതിയിൽ പറയുന്നത് അടുത്ത വർഷം കറക്റ്റായിട്ട് മാസമൊന്നും പറയുന്നില്ല, അടുത്ത വർഷം വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് കറക്റ്റ് ആകണമെന്നില്ല. നമുക്ക് കിട്ടുക ചിലപ്പോൾ ഡിസംബറിൽ വരാം, ചിലപ്പോൾ ജാനുവരിയിൽ വരാം. ഞാൻ പറയുന്നത് ഫെബ്രുവരിയാണ്. അതിൽ ഡിസംബർ അല്ലെങ്കിൽ ഫെബ്രുവരി എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ആ സമയത്തായിരിക്കാം വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എപ്പോൾ വന്നാലും അത് എഴുതാനായിട്ട് സജ്ജരായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ ഈ പറയുന്ന ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ളവർ എന്തായാലും സബ്മിറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ ക്ലാസ് നമുക്ക് വെള്ളിയാഴ്ച ദിവസം ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് എന്തായാലും സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോച്ചിങ്ങിന് കൂടുന്നവരും കൂടാത്തവരും ഒക്കെ അതിൽ പങ്കെടുക്കുന്നത് നല്ലതായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, അതിലെ സിലബസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് നമുക്ക് പഠനം കൊണ്ടുപോവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുക. പിന്നെ ചെറുതായിട്ട് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ചെറിയ ഒരു ക്ലാസ്സും കൊടുത്തിട്ട്, കാരണം അവർക്ക് താല്പര്യമുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു രീതിയാണ് എന്തായാലും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും
കൂടാൻ കഴിയുന്നവർ കൂടുക. അതുപോലെ തന്നെ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. കാരണം നിങ്ങൾക്കറിയാം, നമുക്ക് വേറെ പരസ്യങ്ങളൊന്നുമില്ല, നിങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് കുട്ടികളെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ പരിചിതരായുള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാത്തവർ എന്തായാലും നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്നും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നും പ്രാർത്ഥിക്കാറുള്ളത് പോലെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി നിങ്ങളെല്ലാവരെയും ആവോളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പലവിധ പ്രയാസങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമുക്ക് തന്നെയുണ്ട്. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും എല്ലാം സർവശക്തനായ തമ്പുരാൻ മാറ്റി എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. ഓക്കെ, താങ്ക് യു സർ. വെൽക്കം. Thank you, sir. വെൽക്കം.